ഹലോ ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ്. നോളജ് ആൻഡ് കരിക്കുലം എന്ന പേപ്പറിലെ ഒന്നാമത്തെ യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു നോളജ് ആൻഡ് നോയിങ്, അതിൽ രണ്ടാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ യൂണിറ്റ് ആൻഡ് ടുഡേയ്സ് സെഷൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു, ഡിസ്കസ് ചെയ്തു. എന്താണ് നോളജ്, എന്താണ് നോയിങ് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ കണ്ടു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ആയിട്ട് നമുക്കൊന്ന് കാണാം. അപ്പം പ്രസന്റേഷനിലേക്ക് പോകുന്നു. PPT മാറുന്നത് കാണില്ലേ? ഓക്കെ. നോളജ് ആൻഡ് നോയിങ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു നോളജ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു നോയിങ്. വാട്ട് ഇസ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് നോളജ് ആൻഡ് നോയിങ്. വീണ്ടും ഇവിടെ ഡെഫിനിഷൻ ഓഫ് നോളജ് ആണ്. ദെൻ ലെവൽസ് ഓഫ് നോളജ്. ഇതൊന്ന് പ്രത്യേകം നോക്കട്ടോ. ഈ ഡേറ്റ, ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം, ഈ ഒരു ലെവൽസ് ഇനി ലാസ്റ്റ് ഒന്നുകൂടി വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുക. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡാറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ്, നോളജ് എന്താണ്, വിസ്ഡം എന്താണ്. അപ്പൊ അതിൽ ഡാറ്റ, ഇൻഫർമേഷൻ, നോളജ് അത്ര മാത്രമേ വരുന്നുള്ളൂ. ആ സ്ലൈഡ് വരുമ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ നമുക്ക് ഇനി ടൈപ്സ്, കൈൻഡ്സ്, ഫോംസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോളജ്, ഈ 4 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ടൈപ്സ് ഓഫ് നോളജിൽ 6 വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ടൈപ്സും കൈൻഡ്സും എങ്ങനെയാണ്, ടൈപ്സ്, കൈൻഡ്സ്, ഫോംസ്, അതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇത് സിലബസിലുള്ളതല്ല, ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു സ്ലൈഡാണ്. പിന്നീട് കൈൻഡ്സ് നമ്മൾ പറഞ്ഞത്, കൈൻഡ്സ് കൂടെ കഴിഞ്ഞതല്ലേ? അതോറിറ്റേറ്റീവ്, സയന്റിഫിക്, എംപിരിക്കൽ, റാഷണൽ, പ്രാഗ്മാറ്റിക്, ഡൊമൈൻ ഓർ എക്സ്പേർട്ട് നോളജ്, ഇത് കഴിഞ്ഞതാണ്. അങ്ങനെ 9 കൈൻഡ്സ് പറയണം. ഇനി ഫോംസ് ഓഫ് നോളജ് ആണ് ഇന്ന് ഇവിടെ മുതലാണ് തുടങ്ങാനുള്ളത്. സോ ടൈപ്പ്, കൈൻഡ്, ഫോം, ഈ 3 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, നോളജിനെ പഠിക്കാനുണ്ട്. സോ നോളജ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ വേരിയസ് വേസ് ബേസ്ഡ് ഓൺ ഹൗ ഇറ്റ് ഈസ് അക്വേർഡ് ഓർ പെർസീവ്ഡ്. എങ്ങനെയാണ് നമുക്ക് അറിവ് കിട്ടിയത്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിവിനെ പല രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. കാരണം അറിവ് ലഭിക്കാൻ പല മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു നോട്ട് ചെയ്യേണ്ട പോയിന്റ്. അഥവാ ദർ ആർ ഡിഫറെന്റ് സോഴ്സസ് എന്നുള്ളതാണ്. ഈച്ച് ഫോം ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ സോഴ്സ്. അപ്പൊ നമുക്ക് നോളജ് കിട്ടാൻ പല സോഴ്സുകൾ ഉണ്ട്. ആ സോഴ്സ് ബേസ്ഡ് ആയിട്ട് എങ്ങനെ നോളജിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. So understanding these forms help us recognize how we learn and comprehend the world. അപ്പൊ ഈ സോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയാലാണ് നമുക്ക് എങ്ങനെയൊക്കെ അറിവ് കിട്ടും, എവിടെ നിന്നൊക്കെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഒരു 7 സോഴ്സ് സങ്കല്പിക്കുക. ആ 7 സോഴ്സിൽ നിന്ന് നമുക്ക് നോളജ് അക്വയർ ചെയ്യാൻ പറ്റും. ഇനി ആസ് എ ടീച്ചർ ഒരു കുട്ടിക്ക് വ്യത്യസ്തമായ സോഴ്സിലൂടെ നോളജ് പ്രൊവൈഡ് ചെയ്യാം, നോളജ് കുട്ടികൾ അക്വയർ ചെയ്യും എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ആ ഒരു സോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. Okay, so this presentation covers 7 key forms of knowledge ആണ്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് നമ്മൾ പോണത് ഒന്ന് സെൻസറി നോളജ് ആണ്. അഥവാ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ അല്ലെ, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. സോ ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന നോളജ് ആണ്. അപ്പൊ ഇന്ദ്രിയങ്ങളായിരിക്കും അവിടെ സോഴ്സ് എന്ന് പറയുന്നത്. അത് സൈറ്റ്, സൗണ്ട്, ടച്ച്, ടേസ്റ്റ്, സ്മെല്ല്, അഥവാ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന നോളജ് എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആസ് എ ടീച്ചർ വി ഹാവ് ടു പ്രൊവൈഡ് സെൻസറി എക്സ്പീരിയൻസസ്. അപ്പൊ ഇവിടെ നമുക്കുള്ളൊരു മെസ്സേജ് എന്താ വെച്ചാല്, കുട്ടിക്ക് കാണാനും കേൾക്കാനും തൊടാനും അനുഭവിക്കാനും, ടേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസ് വേണമെങ്കിൽ കൊടുക്കാം, സ്മെല് ചെയ്യാൻ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് 2 നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്യാം. സോ അത്രയും അനുഭവങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം, അതിനുള്ള ചാൻസസ് കൊടുക്കണം, അതിനുള്ള എന്താ പറയാ ഫെസിലിറ്റീസ് കൊടുക്കണം എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ഇമ്മീഡിയറ്റ് ആൻഡ് ഓഫൻ ദ ഫസ്റ്റ് ഫോം ഓഫ് നോളജ് വി ഗെയിൻ. നമ്മൾ അങ്ങനെയാണ് ആ ഒരു നോളജിനെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ അക്വയർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് സെൻസിലൂടെയാണ്, സെൻസ് ഓർഗൻസിലൂടെയാണ് എന്നുള്ളതാണ്. സോ ആ നോളജ് ദാറ്റ് ഈസ് കോൾഡ് സെൻസറി നോളജ്. സോ ഇറ്റ് ക്യാൻ ബി സബ്ജക്റ്റീവ് ടു പേഴ്സണൽ പെർസെപ്ഷൻ. നമുക്ക് ഇപ്പൊ കേൾക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ കേട്ടാൽ മനസ്സിലാവണമെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. നമ്മുടെ മെമ്മറിയെ ബേസ് ചെയ്തിട്ടാണ്
നമ്മുടെ പെർസെപ്ഷനെയും അതിന്റെ സ്കില്ലുകളെയും ഇതിന്റെ നമുക്ക് ഇതിലുള്ള കപ്പാസിറ്റീസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പിന്നെ ആരോട് വരുന്നുണ്ടോ ആക്സെപ്റ്റ് ചെയ്യുക ഈ ഒരു നോളജ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ആസ് എ ടീച്ചർ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഇത്രയാണ്. കുട്ടികൾക്ക് കാണാനും കേൾക്കാനും ചെയ്യാനും അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു ചാൻസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതാണ് സെൻസറി നോളജ് എന്ന് പറയുന്നത്. രണ്ട് എക്സ്പീരിയൻഷ്യൽ നോളജ് ആണ്. അത് സെൻസറി നോളജിന്റെ പോലൊക്കെ തന്നെയാണ് ആക്ച്വലി ഗെയിൻഡ് ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ് എന്നുള്ളതാണ്. പണ്ടത്തെ കാലത്ത് ബിഹേവിയേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അന്നൊക്കെ ടീച്ചേഴ്സ് ആണ് എല്ലാം ചെയ്യുക. ഇതിങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഒരു ഓറൽ ഇൻസ്ട്രക്ഷൻ ആണ് കുട്ടികൾക്ക് കൊടുക്കുക. എന്നാൽ ഇന്നത്തെ കാലത്തുള്ളത് എന്താണ് കൺസ്ട്രക്റ്റിവിസം ആണ്. അതും സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഇന്നുള്ളത്. സോ ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന നോളജ് എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ നോളജ് ആണ്. അപ്പൊ ഈ സെൻസറി നോളജും എക്സ്പീരിയൻഷ്യൽ നോളജും ഏകദേശം സെയിം ആണ്, പക്ഷെ രണ്ട് പേരാണെന്ന് മാത്രം. ഇവിടെ എക്സ്പീരിയൻസസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഓഫൻ ഇൻവോൾവ് ട്രയൽ ആൻഡ് എറർ ഓർ ലേണിംഗ് ബൈ ഡൂയിങ്. ഇവിടെയാണ് ട്രയൽ ആൻഡ് എററിന് പ്രാധാന്യം. ഒരു ട്രയൽ ആൻഡ് എറർ തിയറി പഠിച്ചത് ഓർമ്മ ഉണ്ടോ? തിയറി എന്ത് ചെയ്തിട്ടുള്ളതാണ്? കുട്ടികള് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവിടെ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഫെയിൽഡ് ആവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? സോ എറർ വരാനുള്ള സാധ്യത ഉണ്ട്. വീണ്ടും അവരെന്ത് ചെയ്യണം? പരീക്ഷിക്കണം. വീണ്ടും അതിൽ എറർ വന്നേക്കാം. സോ ദി ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ എത്രത്തോളം നമ്മൾ എററിലൂടെ പഠിക്കുന്നുവോ അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുന്നുവോ അത്രയും നമുക്കൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ മെമ്മറി ഓഫൺ ലോങ് ലാസ്റ്റിംഗ്, ഏറ്റവും കൂടുതൽ നമുക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാനും പറ്റും. അപ്പൊ ഒരു കുട്ടിക്ക് മെമ്മറിയിൽ കുറെ കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? അതിനെ കുറിച്ച് ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കൃത്യമായ എക്സ്പീരിയൻസുകൾ കൊടുക്കണം. അങ്ങനെ ഇത് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇത് കൃത്യമായി പഠിച്ചാൽ നമുക്ക് നല്ലൊരു ടീച്ചറാകാൻ പറ്റും. പ്രാക്ടിക്കലി നമ്മൾ കുട്ടികളെ നമുക്ക് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം, എന്ത് കൊടുത്താലാണ് അവർക്ക് കൃത്യമായി മനസ്സിലാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. സെൻസറി എക്സ്പീരിയൻസ് കൊടുക്കുക, അതിലൂടെ സെൻസറി നോളജ് കിട്ടും. എക്സ്പീരിയൻസസ് കൊടുക്കുക, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസസ് കൊടുക്കുക. ലേണിംഗ് ബൈ ഡൂയിങ്, കേട്ടിട്ടില്ലേ? ലേണിംഗ് ബൈ ഡൂയിങ്, അതാണ് ഇന്നത്തെ ഒരു ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. കുട്ടികൾ ചെയ്ത് പഠിക്കട്ടെ എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? അവർക്ക് എക്സ്പീരിയൻഷ്യൽ നോളജ് ഉണ്ട്, അല്ലെങ്കിൽ സെൻസറി നോളജ് ആണ് അവർക്കുള്ളത് എന്നൊക്കെ അറിയുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി അതില് തേർഡ് ഡെമോൺസ്ട്രേറ്റീവ് നോളജ് ആണ്, അഥവാ ഡെമോൺസ്ട്രേഷനിലൂടെയാണ് അത് കിട്ടുക. ശരിക്കും ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ഒരു വ്യക്തി ആരായിരിക്കും? നമുക്ക് ടീച്ചേഴ്സ് പലതും ഡെമോൺസ്ട്രേറ്റ് തന്നിട്ടുണ്ടാവും, അത് സമൂഹത്തിൽ നമ്മൾ പലതും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് നമുക്ക്. ശരിക്കും ആ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത് ആരായിരിക്കും? ഡെമോൺസ്ട്രേറ്റർ. അഥവാ അതൊരു എക്സ്പേർട്ട് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ അത് ഉദ്ദേശിച്ചതാണ്. ഈ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ടീച്ചർ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്. ഡെമോൺസ്ട്രേറ്റർ ആണ്, ആയിക്കോട്ടെ. അത് എക്സ്പേർട്ട് ആയിരിക്കും അല്ലെ? അല്ലെ, നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ നമുക്ക് ഇത് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അവരുടെ എക്സ്പീരിയൻസിനും കൂടി നമുക്ക് ആ പ്രവർത്തനം എങ്ങനെ ചെയ്യാം എന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓഫൺ വിഷ്വൽ ഓർ പെർഫോമേറ്റീവ് ഇൻ നാച്ചർ ആണ്. ചില നമ്മൾ ജസ്റ്റ് കാണുക മാത്രമേ ചെയ്യുള്ളൂ, ചിലപ്പോൾ നമ്മളത് ചെയ്ത് നോക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഏതായാലും ടീച്ചിങ്ങില് ഡെമോൺസ്ട്രേഷന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫ്രീക്വൻലി ഇൻ ടീച്ചിങ് ആൻഡ് പ്രസന്റേഷൻസ്. ഇപ്പൊ നമ്മളുണ്ടോ ക്ലാസ് റൂമിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട് പലതും. ലാംഗ്വേജ് ടീച്ചേഴ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറുണ്ട്. ഫിസിക്സിന്റെ ടീച്ചറും അല്ലെങ്കിൽ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറുണ്ട്. കാരണം എന്താ? ചില കാര്യങ്ങൾ അങ്ങനെയാണ്, കുട്ടികൾ ചെയ്ത് പഠിക്കട്ടെ എന്ന് വെച്ച് കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നീന്തല് ഒരു കുട്ടിയോട് പറയാണ്, വെള്ളം ഇതാക്കണു, നല്ല ആഴമുള്ള വെള്ളമാണ്, ഇന്ന് പോയിട്ട് ലേണിംഗ് ബൈ ഡൂയിങ് ചെയ്യ് എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുക? ആ കുട്ടി ആ വെള്ളത്തിൽ ചാടും. ആ കുട്ടിക്ക് അതിനെ എങ്ങനെ ചെയ്യണം എന്നുള്ള വേറെ ഒരു പ്രാക്ടിക്കൽ നോളജ് ഇല്ലെങ്കിൽ മുങ്ങി വയ്ക്കും. അതിന്റെ അപ്പുറത്ത് ആ ട്രെയിനർ എന്ത് ചെയ്യണം? ആദ്യം ഡെമോ കാണിച്ചു, ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ കിടക്കേണ്ടത്, കൈ ഇങ്ങനെ പിടിക്കേണ്ടത്, ഇങ്ങനെ തുഴയണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് എന്ത് ചെയ്യും? അതൊരു വിഷ്വലി ആൻഡ് പെർഫോമേറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവിടെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, സോ ഡെമോൺസ്ട്രേറ്റീവ് നോളജ്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ കുട്ടികൾ ചെയ്ത് കാണിച്ചു കൊടുക്കല് അല്ലെങ്കിൽ കുട്ടികൾ മുന്നിൽ ചെയ്യൽ നിർബന്ധമാണ്. എന്തൊക്കെയാണ് 3 എണ്ണം? നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട 3 അല്ലെങ്കിൽ നിർബന്ധമായി നമ്മൾ ഓർക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാ?
പ്രൊസീജിയർ അല്ല, അതിന് മുമ്പ് ഒന്നാമത്തത് പ്ലാൻ അല്ല. നമ്മൾ നിർബന്ധമായും അവർക്ക് സെൻസറി എക്സ്പീരിയൻസുകൾ കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോ ഈ 3 പോയിന്റ്സിനെ ഓർമ്മിക്കാൻ വേണ്ടി പറയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്തിനു ഇതാ സ്ക്രീനില് എക്സ്പീരിയൻസസ് അവർക്ക് കൊടുക്കണം. ഓക്കെ, 3 നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനത് ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഈ പോയിന്റ്സ് പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കുട്ടികൾക്ക് സെൻസറി എക്സ്പീരിയൻസ് കൊടുക്കുക, 2 അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക, 3 ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പൊ 3 തരം സ്കില്ലുകൾ, 3 തരം നോളജ് അവർക്ക് കിട്ടും. 4 ലോജിക്കൽ നോളജ് ആണ്, ബേസ്ഡ് ഓൺ റീസണിങ് ആൻഡ് റാഷണൽ തോട്ട്. നമ്മളല്ലേ ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഇത് എന്തുകൊണ്ട് അല്ലെ, എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് പറഞ്ഞ പോലെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അവരുടെ യുക്തിക്കനുസരിച്ച് അവർ ചിന്തിച്ച് മനസ്സിലാക്കണം. ഇല്ലേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ നമ്മൾ യുക്തിപരമായി ചിന്തിച്ച് അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് ചിന്തിച്ച് മനസ്സിലാക്കി ഓക്കെ ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുന്ന ഒരു നോളജ് ഉണ്ടല്ലോ, അതാണ് ലോജിക്കൽ നോളജ് എന്ന് പറയുന്നത്. എന്റെ ക്വസ്റ്റ്യൻ പോയി എങ്ങനെ ഒരു കുട്ടിക്ക് നമുക്ക് ലോജിക്കൽ നോളജ് കൊടുക്കാൻ പറ്റും? ഡെമോൺസ്ട്രേറ്റീവ് ആണെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കുക, എക്സ്പീരിയൻസ് ആണെങ്കിൽ അവർ ചെയ്യാൻ പറയാ, സെൻസറി ആണെങ്കിൽ അവർക്ക് നമുക്ക് പല എക്സ്പീരിയൻസ് കൊടുക്കുക. ഈ ലോജിക്കൽ നോളജ് എങ്ങനെ കുട്ടിയെ കൊടുക്കുക? പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ചോദിക്കാം, അവരോട് എപ്പോഴും ഇന്ററാക്ഷൻ ചെയ്യാം, അവരോട് ചലഞ്ചസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, വൈ, വെൻ, ഹൗ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിനെ കുറിച്ച് ക്രിട്ടിക്കലായി ചിന്തിക്കും. ഓക്കെ, അവരൊരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ നടത്താൻ അവരെ ഒരുക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഇറ്റ് ഇൻവോൾവ് ഡിഡക്ഷൻ, ഇൻഡക്ഷൻ, ഒരു അനലൈസിസ്. ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് മെത്തേഡ്സ് ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഓർമ്മണ്ടോ എനിക്കറിയില്ല. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് ഒക്കെ പറഞ്ഞു, അങ്ങനെ പല മെത്തേഡ്സിൽ അത് ജനറൽ ടു സ്പെസിഫിക്, സ്പെസിഫിക് ടു ജനറൽ ആൻഡ് അനലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ കൺസിഡർഡ് മോർ ഒബ്ജക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക്. നമ്മുടെ പഠനത്തെ കൂടുതൽ ഒബ്ജക്റ്റീവായും സിസ്റ്റമാറ്റിക് ആയും കാണുക. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യുക, കുട്ടികൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യണം, അവനെ ക്രിട്ടിക്കലി അവർ അപ്രോച്ച് ചെയ്യണം. അപ്പൊ അവർക്ക് കുറച്ചുകൂടി അതിന്റെ റീസണിങ്ങിലേക്ക് അവർ എത്തും എന്നൊക്കെ ഉള്ളതാണ്. 5, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, അവരെ ലോജിക്കലായി കുട്ടികളെ ചിന്തിപ്പിക്കണം എന്നുള്ളതാണ് 4ാമത്തെ പോയിന്റ്. 5 ഇൻഡ്യൂട്ടീവ് നോളജ് ആണ്. ദാറ്റ് കംസ് ഫ്രം ആൻ ഇമ്മീഡിയറ്റ് അണ്ടർസ്റ്റാൻഡിങ് വിത്തൗട്ട് റീസണിങ്. എന്ന് വെച്ചാല് നമുക്കൊരു ഇൻഡ്യൂഷൻ ആണ് അല്ലെ, നമുക്ക് ഒരുപാട് കാര്യകാരണങ്ങളിലേക്ക് പോകണമെന്നില്ല, പക്ഷെ ഇതിങ്ങനെയാണ്, ഓക്കെ ഐ ബിലീവ് ഇറ്റ്. നമ്മള് എന്ത് ചെയ്യാണ്, ഒരു ഗട്ട് ഫീലിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്, ഒരു ഇൻസ്റ്റിങ്ക്റ്റ്. നമ്മുടെ മനസ്സിലൊരു പോലെ ഓക്കെ ഇതിങ്ങനെ ശരിയായിരിക്കും, അത് അങ്ങനെ ഫസ്റ്റ് ആണ് വരിക എന്നുള്ള ചിന്തിക്കലാണ്. ഇറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ സബ് കോൺഷ്യസ് പ്രോസസിംഗ് ആണ്. വളരെ കോൺഷ്യസ് ആയി നമ്മൾ ചിന്തിച്ച് വളരെ ക്രിട്ടിക്കലായി അനലൈസ് ചെയ്ത് കീറി മുറിച്ച് മനസ്സിലാക്കണമെന്നല്ല, ഒരു ഇൻറ്റ്യൂഷൻ ആണ് ആക്ച്വലി. അത് ഓക്കെ അത് ശരി, ഇന്നത് ഇങ്ങനെയാണ് അല്ലെ. സെൻസിങ് ദാറ്റ് someone is upset without them saying anything. ഒരാളെ കണ്ടപ്പോൾ മനസ്സിലാവും അവൻ ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ ആൾ അപ്സെറ്റ് ആണ്, അല്ലെങ്കിൽ അവൻ വന്നത് ഫസ്റ്റ് ആണ്. അതിന് വേറെ ഇങ്ങനെ കുറെ ചിന്തിക്കാനൊന്നുമില്ല, ജസ്റ്റ് കണ്ടപ്പോൾ നമുക്കത് മനസ്സിലായി എന്ന് മാത്രം. ദാറ്റ് ഈസ് അപ്പൊ ഇൻറ്റ്യൂഷൻ ആണ് ആക്ച്വലി. ഇത് കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന സാധനമാണ്. ഇതിന് നമ്മൾ ഭയങ്കര പ്ലാൻ ആയി ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഓക്കെ, 6 റിവീൽഡ് നോളജ് ആണ്. നോളജ് ദാറ്റ് ഈസ് ബിലീവ്ഡ് ടു കം ഫ്രം ഡിവൈൻ ഒരു സ്പിരിച്വൽ സോഴ്സസ്. ചില കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ചിന്തിച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല, അതൊരു ദൈവമായിട്ട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ട് നമുക്ക് വന്നു ചേരുന്നതായിരിക്കാം, നമ്മുടെ വിശ്വാസങ്ങളായിരിക്കാം. ഓഫൻ ഫൗണ്ടിങ് സ്ക്രിപ്റ്റേഴ്സ് ഓർ സേക്രഡ് ടെക്സ്റ്റ്. ഇപ്പോ ഖുറാനിലോ ബൈബിളിലോ അല്ലെങ്കിൽ നമ്മുടെ ദൈവികമായ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു, അതൊരു റെവലേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു റിവീലിംഗ് ആണ്. ഓക്കെ, സോ ഖുറാനിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഉള്ളതാണ് റിവീൽഡ് നോളജ്. അപ്പൊ ഈ റിവീൽഡ് നോളജ് എന്നുള്ളതും അത് നമ്മൾ ഇപ്പൊ ടീച്ചേഴ്സിന് ചിലപ്പോൾ ചില നോളജുകൾ റിവീൽഡ് ആയിട്ട് കൊടുത്തേക്കാം. ദാറ്റ് മീൻസ് ഇതിങ്ങനെയാണ് കേട്ടോ, ഇതാണ് ശരി കേട്ടോ എന്ന് പറയുമ്പോൾ അവരത് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിൽ ടീച്ചേഴ്സ് വലിയ റോളൊന്നുമില്ല. ഇൻഡ്യൂട്ടീവിലാണെങ്കിലും റിവീൽഡിലാണെങ്കിലും വലിയ റോൾ ടീച്ചേഴ്സിന് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആദ്യത്തെ 4 ടീച്ചേഴ്സിന് എന്തുണ്ട്, ഭയങ്കരമായി പ്ലാൻ ചെയ്ത് നോളജ് കൊടുക്കേണ്ടിയിരിക്കുന്നു. 7 ഡിജിറ്റൽ നോളജ് ആണ്. നോളജ് സ്റ്റോർഡ്, ആക്സസ് ആൻഡ് ഷെയർഡ് ത്രൂ ഡിജിറ്റൽ മീൻസ്. ദാറ്റ് മീൻസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ കിട്ടുന്ന നോളജ്, ഡിജിറ്റലി സ്റ്റോർ ചെയ്ത് വെച്ച നോളജ്, ഡിജിറ്റലി ആക്സസ് ചെയ്യാൻ കഴിയുന്ന നോളജ്. അതിന് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ഹെൽപ്പോട് കൂടി കിട്ടുന്നതാണ്. ഇറ്റ് ക്യാൻ ബി ഈസിലി ഡിസെമിനേറ്റഡ് ആൻഡ് അപ്ഡേറ്റഡ്. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റുള്ള കുട്ടികൾക്ക് ഡിസെമിനേറ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള നോളജാണ് ആക്ച്വലി ഈ ഒരു ഡിജിറ്റൽ നോളജ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ നോളജും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഒന്നാണ് എന്ന് മറന്നുപോയത്. സോ ഇതിൽ 7 എണ്ണത്തില്
5 അല്ലെങ്കിൽ ഒരു 5 ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കണം. അപ്പൊ അവിടെ ഫോംസ് ഓഫ് നോളജ് കഴിഞ്ഞു എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോളജ് ആണ്. ഇത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല. എന്താണ് നോളജിന്റെ പ്രത്യേകത എന്നൊക്കെയുള്ളതാണ്. സോ ദാറ്റ് നോളജ് ഗ്രോസ് വിത്ത് യൂസ്. നമ്മൾ ഏറ്റവും എപ്പോഴാണ് ഉപയോഗിക്കുന്നത് അത്രയും നോളജ് കൂടുന്നുള്ളതാണ്. മോർ യു ഗെറ്റ് ആൻഡ് മോർ യു വാണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം കിട്ടും, അല്ലെങ്കിൽ എത്രത്തോളം യൂസ് ചെയ്യണോ അത്രത്തോളം നോളജ് കിട്ടും എന്നൊക്കെയുള്ളതാണ്. അറിവ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എത്രത്തോളം ഷെയർ ചെയ്യുന്നോ അത്രയും അറിവ് കൂടി വരും എന്നുള്ളതാണ് അല്ലെ. നമ്മൾ സാധാരണ നമ്മുടെ കയ്യിൽ ഒരു ആപ്പിളോ അല്ലെങ്കിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോൾ അത് കുറയാണ് ചെയ്യുക. പക്ഷെ നോളജ് അങ്ങനെയല്ല. നോളജ് നമ്മളിപ്പോ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോളജ് ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമ്പോൾ എനിക്ക് അറിവ് കൂടാണ്. ഇത് നിങ്ങൾ വേറൊക്കെ പഠിച്ചു കൊടുത്താൽ നിങ്ങൾ അറിവ് കൂടാണ് ചെയ്യാം. സോ ഇറ്റ് ഡസൻ ഡിക്കേ ഓവർ ടൈം. കാലത്തിനനുസരിച്ച് എന്തില്ല, അതിലൊരു കാലഹരണപ്പെട്ടു പോണില്ല അല്ലെങ്കിൽ നശിച്ചു പോണില്ല എന്നൊക്കെ ഉള്ളതാണ്. നോളജ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഇറ്റ് ഷെഡ് ലൈ ബിയോണ്ട് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് ഏരിയാസ്. ഇത് നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് ഏരിയ, നമ്മുടെ ഒരു അടുത്തുള്ള ഏരിയന്നോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് ഇത് ഒരുപാട് സ്പ്രെഡ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഒരു വൈഡ് കാപ്പബിലിറ്റീസ് ഉള്ള ഒന്നാണ് നോളജ്. ഫാക്ട് ആൻഡ് വാല്യൂസ് ആർ ദ ബേസിക് ഓഫ് നോളജ്. ഫാക്ട്, സത്യം ആൻഡ് വാല്യൂസ്, മൂല്യങ്ങളാണ് നോളജിന്റെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഈസ് ദ ബേസ് ഓഫ് നോളജ്. കുറെ അറിവുകളാണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആണ് നോളജിന്റെ ബേസ്. ഓക്കെ, അതിൽ ട്രൂത്ത്, പ്രൂഫ്, ബിലീഫ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് നോളജിൽ എന്ന് പറയുന്നുണ്ട്. കാരണം ട്രൂത്ത്, ഫാക്ട്, വാല്യൂസ്, പ്രൂഫ്, ബിലീഫ്, ഇങ്ങനെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കുറെ ടേംസ് ഈ ഒരു നോളജിന്റെ കൂടെ കൊടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് ബൗണ്ട്ലെസ്, എൻലെസ് എന്നൊക്കെ പറയാൻ പറ്റും. ഇത് ഭയങ്കരമായിട്ട് വിശാലമായി കിടക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു എൻലെസ് ആണ് എന്നൊക്കെ അതിന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ടു ബി ഷെയർഡ്, നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും. സോ ഇപ്പൊ നമ്മൾ അറിവ് എന്ന് പറഞ്ഞാല് അത് എപ്പോഴും എക്സ്പാൻഡ് ചെയ്യുന്നതാണ്, എപ്പോഴും ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്. അത് ഭയങ്കര വാല്യൂഡ് ആണ്, ട്രൂത്ത് ബേസ്ഡ് ആണ്, വാല്യൂ ബേസ്ഡ് ആണ്, ഇൻഫർമേഷൻ ബേസ്ഡ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള കുറെ പോയിന്റ്സ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോളജ് എന്നുള്ള ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള ഈ നോളജ് ഡയമെൻഷൻ എന്നൊക്കെ ഉള്ളത് ഒരു ചെറിയ ടോപ്പിക്കുകളാണ്, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നതാണെന്നല്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിൽ ഈ ഒരു യൂണിറ്റിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു ടൈപ്സ് ഓഫ് നോളജ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് നോളജ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് നോളജ് എന്നുള്ള ആ ഒരു ഭാഗത്തേക്കാണ്. ഈ ഒരു ഭാഗത്തിന് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. Then Anderson and Krathwohl define knowledge has 2 dimensions. നോളജിന് 2 രീതികൾ ഉണ്ടെന്ന് പറയുന്നത്, 2 ഡയമെൻഷൻസ്, നോളജ് ഡയമെൻഷൻ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് ഡയമെൻഷൻ. അഥവാ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച അറിവുകൾ, കൈൻഡ് ഓഫ് നോളജ് ടു ബി ലേൺഡ്, എന്തൊക്കെ അറിവുകൾ നമുക്ക് പഠിക്കണം, അതൊരു ഡയമെൻഷൻ. ദെൻ കോഗ്നിറ്റീവ് പ്രോസസ് ഡയമെൻഷൻ ആണ്, അഥവാ കിട്ടിയ അറിവിനെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധി ഉപയോഗിച്ച് അതിനെ മനസ്സിലാക്കണം എന്നുള്ളതിന്റെ കോഗ്നിറ്റീവ് സൈഡ് ആണ് രണ്ടാമത്തേതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്ന് നമുക്ക് കിട്ടുന്ന നോളജ് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നത്, 2 നമുക്ക് ഇതിന്റെ കോഗ്നിറ്റീവ് ഡയമെൻഷൻ ആണ്. പിന്നെ അഥവാ അത് കിട്ടിയ അറിവിനെ കൂടുതലായി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കോഗ്നിഷൻ ഉപയോഗിച്ച് അതിനെ ചിന്തിച്ച് അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു. ഒരു സെക്കൻഡ്. ഒറ്റ സെക്കൻഡ് കേട്ടോ, ആ കുട്ടിയോട് സൗണ്ട് ഉണ്ടാക്കില്ല പറയും. ഇവിടുന്ന് സൗണ്ട് കേൾക്കണേ, നോയ്സ് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഞാനിവിടെ അങ്ങനെ വിരുന്നുകാരൊക്കെ ഉണ്ടായിട്ടേ അവര് അവിടെ ഭയങ്കര കളിയില്ല കുട്ടികള്. അപ്പം പിന്നെ ഇതിലെ നോളജ് ഈസ് ബോത്ത് എ പ്രൊഡക്റ്റ് ആൻഡ് എ പ്രോസസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഒരാൾക്ക് ഒരു നോളജ് കൊടുക്കുമ്പോൾ അതില്ലെങ്കിൽ നമ്മൾ അത് വെച്ചൊരു കാര്യം പ്രവർത്തിക്കുമ്പോൾ അത് നമുക്ക് പ്രൊഡക്റ്റ് ആയി മാറും. അതേപോലെ തന്നെ നോളജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് മൈൻഡിലിട്ട് അത് പ്രോസസ് ചെയ്യുമ്പോൾ അതൊരു പ്രോസസ് ഓറിയന്റഡ് ആണ് എന്നുള്ള രൂപത്തിലൊക്കെ ഉണ്ട്. അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല കേട്ടോ. പിന്നെ 4 കാറ്റഗറീസ് ഓഫ് നോളജ്, 6 ലെവൽസ് ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് എന്നൊക്കെ പഠിക്കാണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, കൂടുതലായിട്ട് അതിൽ പറയില്ല. ഇനി അതിന്റെ ഈ കാറ്റഗറീസ് ഇവിടെ വരുന്നുണ്ട്. അവിടെ ആ ഒരു സ്ലൈഡിൽ ജസ്റ്റ് ആ ഒരു ഇങ്ങനെ കാറ്റഗറീസും അതുപോലെ തന്നെ ലെവൽസും ഒക്കെ പഠിക്കാണ്ടെന്ന് പറയാണ്. ഇനി ഇവിടെയാണ് അതിന്റെ കാറ്റഗറീസ് ഓഫ് നോളജ് ഡയമെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇതും നമ്മൾ നേരത്തെ പഠിച്ച ഒരു നോളജുമായി ബന്ധമുള്ളതാണ്.
എന്തൊക്കെ നോളജ് ആണ് നമ്മുടെ മനസ്സിലുള്ളത് എന്നൊക്കെ ഉള്ളതാണ്. ഒന്ന് ഫാക്ച്വൽ നോളജ് ആണ്. ഫാക്ച്വൽ നോളജ് എന്നുള്ള വാക്ക് തന്നെ ഉണ്ട്, ഫാക്റ്റുകളാണ് അതില്. സോ ബേസിക് ഫാക്റ്റുകളാണ് അല്ലെ. നമുക്കിപ്പോ എന്താ കുറെ ഡേറ്റ്സ്, ഫോർമുലാസ്, വൊക്കാബുലറീസ്, റിലേഷൻസ്, കുറെ ഫാക്റ്റുകൾ ഉണ്ട് അല്ലെ. ജെൻഡർ, ഇങ്ങനെ കുറെ ഫാക്റ്റുകൾ ഉണ്ട്. സോ അത് നമ്മുടെ മനസ്സിൽ എന്തുണ്ട്, ഒരു നോളജ് ആയി കിടക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ഫാക്ച്വൽ നോളജ് എന്ന് പറയുന്നത്. ഇത് ടു ബി അണ്ടർസ്റ്റാൻഡ് സബ്ജക്ട്, അത് നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇത് ഇന്നതാണ് എന്ന് മനസ്സിലാവണം. മനസ്സിലാവണം ആ ഫാക്ട് നമുക്ക് മനസ്സിലാവുക. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സോൾവിങ് പ്രോബ്ലംസ്. അങ്ങനെ ഫാക്റ്റുകൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോർമുലാസ്, അതൊക്കെ ഫാക്റ്റുകളാണ്. സോ ആ ഫോർമുലാസ് മനസ്സിലാവുമ്പോഴാണ് മാത്തമാറ്റിക്കൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴും ഫാക്റ്റിൽ നിന്നാണ് നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഫാക്റ്റാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഫാക്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുക. സോ നമ്മുടെ ബ്രെയിനിലുള്ള നോളജുകളെ കാറ്റഗറൈസ് ചെയ്യുന്ന ഒന്നാണ് ഫാക്ച്വൽ നോളജ്. രണ്ട് കോൺസെപ്ച്വൽ നോളജ് ആണ്. നമ്മുടെ കുറെ കാഴ്ചപ്പാടുകളിൽ കോൺസെപ്റ്റുകളാണ്. ഇതിൽ പറയണം പ്രിൻസിപ്പിൾസ്, തിയറീസ്, മോഡൽസ് ഇൻ സബ്ജക്ട്. ഒരു സബ്ജക്റ്റിലുള്ള അതിന്റെ കുറെ തത്വങ്ങൾ അല്ലെങ്കിൽ തിയറീസ് ഒക്കെ ഈ ഒരു കോൺസെപ്റ്റ് നോളജിനുള്ളിൽ വരുന്നതാണ്. ഹൗ ഫാക്ട്സ് ഫിറ്റ് ഇൻ ടു ലാർജർ ഐഡിയാസ്. ഇപ്പൊ ഇതിൽ പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു വലിയ ലോകത്ത്, നോളജ് എന്ന് പറയുന്ന വലിയ ലോകത്ത് ആ ഒരു ഫാക്റ്റുകൾ എങ്ങനെയാണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുക. അതിന് നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായ കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഇതിൽ എക്സാമ്പിൾസ് പറയുന്നുണ്ട്, ഇക്കോസിസ്റ്റം മോഡൽ, ഗ്രാമർ റൂൾസ് ഒക്കെ പറയുന്നുണ്ട്. കാരണം ഗ്രാമർ റൂൾസ് അതിൽ കുറെ ഫാക്റ്റുകൾ ഉണ്ട്. അത് അവിടെ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണമെങ്കിൽ ഒരു കോൺസെപ്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. അപ്പൊ ഫാക്ച്വൽ നോളജും കോൺസെപ്റ്റ് നോളജും ഒക്കെ ഏകദേശം തമ്മിൽ റിലേറ്റഡ് ആണ്, കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പൊ എന്തിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാണെങ്കിലും, ഫംഗ്ഷൻ മനസ്സിലാണെങ്കിലും, അതിന്റെ യൂസേജ് മനസ്സിലാണെങ്കിലും, അതിന്റെ അപ്ലിക്കേഷൻ മനസ്സിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, കോൺസെപ്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഒരു ഫാക്റ്റിലേക്ക് നമ്മൾ എത്തുക. മൂന്ന് പ്രൊസീജിയറൽ നോളജ് ആണ്, അഥവാ അതിന്റെ ഓരോന്നിന്റെയും പ്രൊസീജിയർ എങ്ങനെയാണ് അത് ചെയ്യുക. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോസസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ഹൗ ടു ഡു സംതിങ് ഓർ മെത്തേഡ് ഓഫ് ഇൻക്വയറി എന്നുള്ളതാണ്. ഹൗ ടു ഡു സംതിങ്, ഇത് എങ്ങനെ ചെയ്യണം. ഇപ്പൊ ലാംഗ്വേജ് ആണെങ്കിൽ ആ ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യണം, ഒരു മെഷീനറി ആണെങ്കിൽ അത് എങ്ങനെ പ്രവർത്തിക്കണം, ഇൻക്ലൂഡ് സ്കിൽസ്, ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറൽ നോളജ് നമുക്ക് എന്ത് വേണം അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊസീജിയർ അറിയണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സ്കില്ല് വേണം എന്നുള്ളതാണ്. നമുക്ക് കുറെ ടെക്നിക്കുകൾ വേണം, അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് ആവശ്യമാണ്. ഇതിൽ സയന്റിഫിക് മെത്തേഡ്സ്, മാത്ത് ആൽഗോരിതംസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, അതിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ആ ഒരു നോളജിലേക്ക് എത്തുക. ദെൻ മെറ്റാകോഗ്നിറ്റീവ് നോളജ് ആണ് നാലാമത്തേത്. അപ്പോൾ ഒന്നാമത്തേത് ഫാക്ച്വൽ നോളജ് ആണ്, ഫാക്റ്റുകളാണ്. രണ്ട് കോൺസെപ്റ്റ് നോളജുകളാണ്, നമ്മുടെ കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, തിയറീസ് ആണ്. മൂന്ന് പ്രൊസീജിയർ നോളജ് ആണ്, അഥവാ ഹൗ ടു ഡു ഒരു പ്രൊസീജിയർ എങ്ങനെയെന്നുള്ളതാണ്. നാല് മെറ്റാകോഗ്നിറ്റീവ് നോളജ് ആണ്. ഈ മെറ്റാകോഗ്നിഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? മെറ്റാകോഗ്നിഷൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സാർ. കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ എന്റെ ക്ലാസ് കേട്ടിട്ടുള്ള ഫസ്റ്റ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മെറ്റാകോഗ്നിഷൻ എന്താണ്. കോഗ്നിഷൻ അപ്പോൺ തിങ്കിങ് ഒക്കെയാണ്, അഥവാ ചിന്തന്മേൽ നമ്മൾ ഒന്നുകൂടി ഉയർന്ന ചിന്ത. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് അവയർനെസ് ഓഫ് വൺസ് ഓൺ തിങ്കിങ്. എനിക്ക് എന്തൊക്കെ ചിന്തിക്കാൻ കഴിയുമെന്ന് ഞാൻ എന്നെ കുറിച്ച്, എന്റെ ചിന്തകൾക്ക് മുകളിൽ ചിന്തിക്കലാണ്. ഓക്കെ, സാധാരണ ചിന്ത അല്ല, നമ്മൾ ഒന്നുകൂടി അതിനെ കുറിച്ചിട്ട് ഇരുത്തി ചിന്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അഥവാ ഇതൊരു കൊഗ്നിഷന്റെ ഒരു ഹയർ ലെവലാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. അതൊരു കൊഗ്നിറ്റീവ് ടാസ്ക് ആണ്, പ്ലാനിങ് ആൻഡ് മോണിറ്ററിംഗ് കൊഗ്നിറ്റീവ് ടാസ്ക്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഒരു ഉദാഹരണം പറയാണ്. ഇപ്പൊ നമ്മള് ചില ആളുകള് പിന്നെ സന്ദർഭം നോക്കി സംസാരിക്കാത്ത ആളായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ചെന്നു നമ്മൾ എന്തൊക്കെ സംസാരിച്ചു, അത് ആൾക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഡൗട്ടായി പോയി. നമ്മൾ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഞാൻ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞേ, ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ, ഞാൻ അത് പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ഇങ്ങനെ പറഞ്ഞാൽ അത് നന്നാകുമായിരുന്നു എന്ന പല രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ചിന്തനെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഓക്കെ, അതാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. നോയിങ് വെൻ
ആൻഡ് ഹൗ ടു യൂസ് സ്ട്രാറ്റജീസ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതിനെ കുറിച്ച് നല്ലൊരു കൊഗ്നിറ്റീവ് പ്ലാനിങ് ഉണ്ടാകണമെങ്കിൽ മെറ്റാകോഗ്നിഷൻ ഉണ്ടായിരിക്കണം. സോ അങ്ങനെ ആ മെറ്റാകോഗ്നിറ്റീവ് നോളജ് എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്ന പോയിന്റ്. അവിടെ 4 കാറ്റഗറീസ് ആണ് പറഞ്ഞത്: ഫാക്ട്, കോൺസെപ്റ്റ്, പ്രൊസീജിയർ ആൻഡ് മെറ്റാകോഗ്നിഷൻ. ഇനി ഡയമെൻഷൻസ് ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ് ആണ്. ഇത് നിങ്ങൾ പിന്നെ പെഡഗോജിയിലോ എവിടെയെങ്കിലും പിന്നെ ബ്ലൂംസ് ടാക്സോണമി പഠിച്ചിട്ടുണ്ടോ? പഠിച്ചോ? ആരാ പഠിച്ചേ? നിങ്ങൾ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൽ. ഞാനോ? ഞാൻ പഠിച്ചു. അങ്ങനെ തോന്നുന്നുണ്ട്. ഓക്കെ, ഏതായാലും അത് ഒരു ചെറിയ ഭാഗം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അല്ലെ, ഓരോന്ന് വിശദമായിട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതിലുണ്ടല്ലോ നമ്മുടെ കൊഗ്നിഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. ബ്ലൂമാണ് ഇതിന്റെ ഈ ഒരു ടാക്സോണമി അല്ലെങ്കിൽ ഇതിന്റെ ഒരു കണ്ടെത്തലുകൾ ഉണ്ടാക്കിയത് കേട്ടോ. ഇതിൽ 6 ലെവൽസ് പറയാം. ഇത് ജസ്റ്റ് ബേസിക് ഉള്ളൂ, ഈ ഒറ്റ സ്ലൈഡേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അതിന്റെ ഇതാണ് ഈ ഒരു ഓരോന്ന് എന്താണെന്ന് പറയുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. അത് ഭയങ്കരമായി വിശദമായിട്ടൊന്നുമില്ല, കാരണം ബ്ലൂംസ് ടാക്സോണമി എന്നൊരു വലിയൊരു വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ 6 ലെവൽസ് പറയുന്നുണ്ട്. യൂസ് ടു അക്യൂർ ആൻഡ് യൂസ് നോളജ്. നമുക്ക് എപ്പോഴും നോളജ് കിട്ടാൻ സാധ്യതയുള്ള 6 കാര്യങ്ങളാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ നോളജ് നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ കൊഗ്നിഷനിൽ വെക്കാൻ സാധ്യതയുള്ളത് 6 ലെവൽസ് ആണ്, അല്ലെങ്കിൽ 6 കാര്യങ്ങളാണ്: റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ്. ഓക്കെ, ഇത് കുട്ടികൾക്ക് കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ ഈ പരീക്ഷ നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നോക്കുക. അവർക്ക് ഓർക്കാൻ കഴിയുമോ, മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, പഠിച്ചത് വേറെ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു വിഷയം കൊടുത്താൽ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുമോ, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ, അവർക്ക് അവരുടേതായിട്ട് എന്തെങ്കിലും പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു 6 മേഖലകളാണ്. സോ ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യക്ക് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന ചോദ്യം ഇതിൽ ഏതിലേക്കുള്ളതായിരിക്കാനാണ് സാധ്യത? റിമെമ്പർ എന്നുള്ളതിലേക്കുള്ളതാണ്. സോ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്കില്ല് നമ്മൾ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അസസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യുക. ഓക്കെ, അതാണ് ബ്ലൂംസ് ടാക്സോണമിയിൽ പഠിക്കാനുള്ളത്. ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് റിമെമ്പറിംഗ് ആണ്. റിക്കോളിംഗ് ഇൻഫർമേഷൻ ഫ്രം മെമ്മറി ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി മെമ്മറിയിലുള്ള കാര്യങ്ങളെ ഓർത്തെടുക്കാൻ ഒരാൾക്ക് പറ്റുമോ എന്നാണ് റിമെമ്പറിംഗ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വാട്ട് ഈസ് എന്നൊക്കെ വെച്ച് നമുക്ക് ചോദിക്കാൻ പറ്റും. ദെൻ കീ ഡിഫൈൻ, ലിസ്റ്റ്, നെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കീ ടേംസ് ഉണ്ട്, ആ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ദെൻ റിസൈറ്റ് സേഫ്റ്റി റൂൾ. അതിൽ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, കുട്ടിയത് എഴുതണം. ഓക്കെ. 2 അണ്ടർസ്റ്റാൻഡിങ് ആണ്. മേക്കിംഗ് മീനിങ് ഫുൾ ഇൻഫർമേഷൻ. നമ്മൾ കൊടുക്കുന്നതിൽ നിന്ന് കുട്ടിക്ക് അത് മനസ്സിലാവുമോ. എക്സ്പ്ലെയിൻ, ഇന്റർപ്രറ്റ്, സമ്മറൈസ് എന്നൊക്കെ പറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്, കുട്ടിക്ക് അത് മനസ്സിലായോ എന്ന് നോക്കലാണ്. ദെൻ എക്സ്പ്ലെയിൻ ടെസ്റ്റ് സ്റ്റെപ്സ് ഇൻ ഹിസ് ഓൺ വേർഡ്സ്. നിന്റേതായ രൂപത്തിൽ എഴുതുക, അല്ലെങ്കിൽ അത് മാറ്റി എഴുതുക, അല്ലെങ്കിൽ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക. അങ്ങനെയുള്ള പല രൂപത്തിൽ അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്. 3 അപ്ലിക്കേഷൻ ആണ്. അപ്ലൈ എന്നുള്ളതാണ്, അഥവാ യൂസിങ് നോളജ് ഇൻ റിയൽ സിറ്റുവേഷൻ അല്ലേ. നമ്മളിപ്പോ PSC ആണെങ്കിലും ഒക്കെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ പഠിച്ചൊരു തിയറി ഇപ്പുറത്ത് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. സോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനോ അപ്ലൈ ചെയ്യാനോ യൂസ് ചെയ്യാനൊക്കെ പറയാം. യൂസ് മാനുവൽ ടു കാൽക്കുലേറ്റ്, അപ്ലൈ മാത്ത് ഇൻ ബഡ്ജറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തതാണ്. അഥവാ നമ്മൾ ഓൾറെഡി ക്ലാസ് പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചൊരു നോളജിനെ റിയൽ സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ. ഇപ്പൊ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഇമെയിൽ എങ്ങനെ എഴുതുക എന്നുള്ളതിന്റെ ഫോർമാറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ പരീക്ഷയ്ക്ക് വരിക, നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുന്നുണ്ട്, അപ്പൊ ആ ഒരു സ്ഥാപനത്തിൽ നിങ്ങളെ ജോലിക്ക് എടുക്കുമോ അല്ലെങ്കിൽ അവിടെ വാക്കൻസി ഉണ്ടോ എന്നറിയാൻ വേണ്ടി മാനേജർക്ക് ഒരു ഇമെയിൽ അയക്കാൻ നോക്കി കയറാം. പഠിച്ചിക്കുക അവിടെ ഇമെയിലിന്റെ ഫോർമാറ്റ് കയറാം. ഇവിടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇന്ന ആളാണ്, അവിടുന്ന് ഇമെയിൽ അയക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. 4 അനലൈസിംഗ് ആണ്. അന്ന് പഠിച്ചത് വളരെ സിമ്പിൾ ആണ്. ഇത് ഒരുപാട് അങ്ങനെ എന്തില്ല പ്രാക്ടിക്കലായിട്ടൊന്നും ഈ ഭാഗത്ത് കൂടുതൽ പഠിക്കാനൊന്നുമില്ല കേട്ടോ. ബ്രേക്കിംഗ് ഡൗൺ ആൻഡ് എക്സാമിനിങ് പാർട്സ്. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോരോ ഭാഗങ്ങളും വിശദീകരിക്കുക എന്നുള്ളതാണ്.
അപ്പൊ അതിന് ചിലപ്പോൾ കമ്പയർ കോൺട്രാസ്റ്റ് ഡയഗ്രാംസ് ഒക്കെ വന്നേക്കാം. അപ്പൊ നമ്മളോട് കൂടുതൽ കമ്പയർ ചെയ്യാനും അല്ലെങ്കിൽ തമ്മിൽ രണ്ട് കോൺസെപ്റ്റ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണാനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞേക്കാം. ഓക്കെയാണ്. സോ അപ്പൊ അതിന് എന്ത് ചെയ്യണം, അതിന്റെ ഓരോ പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുമോ, അതാണ് അനലൈസ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ല്. 5 ഇവാലുവേറ്റിംഗ് ആണ്, അഥവാ നിങ്ങളോട് സ്റ്റുഡൻസിനോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറയാണ്. അതിനെന്ത് ചെയ്യണം, ക്രിട്ടിക്കലി ആൻഡ് ജസ്റ്റിഫൈ യുവർ ടോപ്പിക്സ്, അല്ലെങ്കിൽ ജസ്റ്റിഫൈ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ടോപ്പിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. മേക്കിംഗ് ജഡ്ജ്മെന്റ് ആണ് ആൻഡ് മേക്കിംഗ് ദ സ്റ്റുഡൻസ് ടേക്ക് ഡിസിഷൻ. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യണം, ഇത് തെറ്റോ ശരിയോ, ഇത് ഏതാണ് ഇതിനെ ഫേവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വേണം അത് ഇവാലുവേറ്റ് ചെയ്യാൻ. ആര് ക്രിയേറ്റിംഗ് ആണ്, അഥവാ അവരായിട്ടൊരു പുതിയ ആശയം കൊണ്ടുവരണം. കമ്പൈനിങ് ഐഡിയാസ് ഇൻ ടു എ ന്യൂ ഹോൾ എന്നൊക്കെ പറയാം, അഥവാ ഒരു ന്യൂ സിസ്റ്റത്തിലേക്ക് അവരൊരു പുതിയ ആശയം കൊണ്ടുവരണം. അഥവാ ക്രിയേറ്റ്, ഡിസൈൻ, റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. നമ്മൾ ചിലപ്പോ ഇപ്പൊ ഈ കുട്ടികളൊക്കെ കണ്ടല്ലോ, അവര് ഇംഗ്ലീഷിൽ ഒരു 4-5 വേർഡ്സ് പഠിച്ചു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ വേർഡ്സ് വെച്ച് സെന്റൻസ് ഉണ്ടാക്കാനൊക്കെ പറയും. അവർക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അവരുടേതായ ഒരു ക്രിയേഷൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ അവിടെ നോക്കാറുണ്ട്. അതിൽ പേജ് നമ്പർ 33 ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ അവിടെ കഴിയാണ് കേട്ടോ. ഈ ഒരു ഡയമെൻഷൻസ് ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ് എന്നുള്ളത് നോളജുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആ നോളജിനെ എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത് എന്നുള്ളതും, അതേപോലെ തന്നെ അതിൽ ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോയെന്നൊക്കെ ഉള്ളതാണ് ഇതിൽ പറഞ്ഞത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായി നേരിട്ട് ബന്ധമില്ലാത്തോ അല്ലെങ്കിൽ കുറച്ച് ഒരു വ്യത്യസ്തമായ സാധനമാണ് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ തിയറീസ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. ഒരു തിയറി ഓഫ് നോളജ് എന്നുള്ള ഭാഗമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സോ ദിസ് പ്രസന്റേഷൻ എക്സ്പ്ലോർസ് ഹൗ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ ഫിലോസഫേഴ്സ് അണ്ടർസ്റ്റാൻഡ് നോളജ്. ഇന്ത്യക്കാരും വെസ്റ്റേൺ ആയ ആളുകളും നോളജിനെ എങ്ങനെ കാണുന്നത് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ്. ഇത് വിശദമായിട്ടില്ല, ജസ്റ്റ് സൂചനകളേ ഉള്ളൂ. ഭയങ്കരമായി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അതുകൊണ്ട് പറ്റിക്കൊള്ളുന്നില്ല കേട്ടോ. സോ വിൽ ലുക്ക് അറ്റ് ദ ഡിഫറെന്റ് സ്കൂൾസ് ആൻഡ് ദിയർ സോഴ്സ് ഓഫ് നോളജ്. ഡിഫറെന്റ് സ്കൂൾസ് പറഞ്ഞാൽ ഈ നോളജിനെ കുറിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞ പല ആളുകളെ കുറിച്ചിട്ടുള്ളതാണ്, അവരുടെ അഭിപ്രായമാണ്. അതിനാണ് അവിടെ സ്കൂൾസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇന്ത്യൻ തിയറീസ് ആർ റൂട്ടഡ് ഇൻ ആൻഷ്യൻ ടെക്സ്റ്റ് ആൻഡ് ട്രഡീഷൻസ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഷ്യൻ ടെക്സ്റ്റുകളിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രാചീനമായ ആളുകളിൽ നിന്നൊക്കെയുള്ള കുറെ നോളജുകളാണ്. വെസ്റ്റേൺ തിയറീസ് ആർ മോർ ഫോക്കസ്ഡ് ഓൺ സയൻസ്, ലോജിക് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മൾ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചപ്പോൾ വെസ്റ്റേൺ ആയ ആളുകൾ സയൻസിനെയും ലോജിക്കിനെയും എക്സ്പീരിയൻസിനെയും ആണ് മുറുകെ പിടിച്ചത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ നോളജ് കൺസ്ട്രക്ട് ചെയ്തത് എന്നൊക്കെയുള്ളതാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രഡീഷൻ ആണ്, അവർക്ക് സയൻസ് ആണ്. ആ ഒരു നമുക്കിപ്പോ സയൻസ് തന്നെയാണ് ഇപ്പൊ നിലവിൽ കൂടുതലുള്ളത്, എന്നാലും നമ്മൾ കൂടുതൽ ആദ്യം ട്രഡീഷനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അതിന് ഭാഗമായിട്ടുള്ളതാണ് ട്രഡീഷണൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത്. ഫിലോസഫീസ് ആർ ഡിവൈഡ് ഇൻടു ഓർത്തഡോക്സ് ആൻഡ് ഹെറ്ററോഡോക്സ്, അഥവാ ആക്സെപ്റ്റ് വേദാസ് ആൻഡ് റിജക്ട് വേദാസ്. വേദങ്ങളെ ബേസ് ചെയ്തിട്ട് നോളജ് നേടിയ ആളുകൾ. സെക്കൻഡ്, അതേപോലെ തന്നെ അഥവാ വേദങ്ങളിൽ നിന്ന് ഡയറക്ട്ലി നമ്മൾ അസസ് ചെയ്തിട്ട് കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചെടുത്തിട്ടുള്ള നോളജുകളാണ് നമ്മുടെ ഇന്ത്യക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നതാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. Some are based directly on Vedic text. Others use independent reasoning. അപ്പോൾ വേദങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത ആളുകൾ എന്ത് ചെയ്തു, ആ വേദാസ് എന്നുള്ള അല്ലെങ്കിൽ വേദങ്ങളിൽ നിന്നുള്ള കുറെ നോളജ് അവര് സ്വീകരിച്ചു. ഇനി വേദങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാത്ത റിജക്ട് ചെയ്ത ആളുകൾ അവരുടെ റീസണിങ് വെച്ചുകൊണ്ട് അല്ലെ അവരുടെ യുക്തി വെച്ചുകൊണ്ടാണ് അവർ പിന്നീട് നോളജുകൾ കൺസ്ട്രക്ട് ചെയ്തത്. അതിൽ ഹെറ്ററോഡോക്സ് സ്കൂൾസ് ഇൻക്ലൂഡ് ബുദ്ധിസം, ജൈനിസം, ചർവാക എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ എനിക്കറിയില്ല, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഐഡിയലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞാൻ കണ്ടതേ വിശ്വസിക്കൂ, തെളിവുള്ളതേ വിശ്വസിക്കൂ. കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചോ? ഈ ഇസങ്ങൾ പഠിച്ചോ? അല്ല, ഇതൊക്കെ നെറ്റ് കോച്ചിങ്ങില് ലോജിക്കൽ റീസണിംഗ് പറഞ്ഞ ഒരു പേപ്പർ ഉണ്ട്, അതിൽ പഠിക്കാനുണ്ട്. ബി എഡിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല? ബി എഡിന്റെ എനിക്ക് ഓർമ്മയില്ല, ബി എഡിൽ പഠിച്ചത്. ഇത് എവിടെ ബി എഡ് പഠിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടോ, ഇതില് എല്ലാ ബി എഡിലും ഉണ്ടാവാറുണ്ട്, ഈസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് പൊതുവെ ഒരു അത്ര ഫോക്കസ് ചെയ്ത് ആരും പഠിക്കാറില്ല എന്നുള്ളതാണ്.
Okay. Then source of knowledge in Indian philosophy recognizes multiple sources of knowledge. നമ്മുടെ പ്രമാണങ്ങളെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സോഴ്സസ് ഓഫ് നോളജ് ഉണ്ടെന്നുള്ളതാണ്. 6 മെയിൻ സോഴ്സ് പറയണത് പെർസെപ്ഷൻ, ഇൻഫറൻസ്, വെർബൽ ടെസ്റ്റിമണി, കമ്പാരിസൺ, പ്രീസപ്പോസിഷൻ ആൻഡ് നോൺ അപ്രഹെൻഷൻ. ഇതിന്റെ ഒരു ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് ഓരോന്നോരോന്നിങ്ങനെ പറയുന്നുണ്ട്. അതിൽ ഓരോന്നോരോന്ന് നോക്കാം. എന്താണ് പെർസെപ്ഷൻ? അഥവാ ഇന്ത്യൻ ഫിലോസഫി പ്രകാരം അറിവിന്റെ നോളജ് കിട്ടിയത് എങ്ങനെ? ഈ ഒരു 6 മെയിൻ സോഴ്സിലൂടെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ പാരമ്പര്യമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഒന്ന് പെർസെപ്ഷൻ ആണ്. അതിന്റെ വാക്കുകളിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് പ്രത്യാക്ഷ എന്നൊക്കെ ഉള്ളത്. പെർസെപ്ഷൻ എന്നുള്ള വാക്കിനെ നമ്മൾ ഇതിനു മുമ്പ് കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ? അഥവാ സെൻസറി ഓർഗൻസിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന നോളജിനെ ആ റിസീവ് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് പെർസെപ്ഷൻ. ഓക്കെ, സോ മീൻസ് ഡയറക്റ്റ് നോളജ് ത്രൂ സെൻസസ്. സെൻസസ് മീൻസ് സെൻസറി ഓർഗൻസ്. സെൻസറി ഓർഗൻസിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? നോളജ് കിട്ടുന്നു. നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്. അതിലൂടെ പെർസെപ്ഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് എന്ന് മാത്രം. ഓക്കെ, ബേസിക് ഫോം ഓഫ് നോളജ്, നോയിങ് സംതിങ്. നമുക്ക് അടിസ്ഥാനപരമായി ഒരു നോളജ് കിട്ടാൻ ഉള്ള രീതിയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഓൾ സ്കൂൾസ് എക്സെപ്ഷൻ ഐഡിയലിസ്റ്റിക് വ്യൂസ്. ഐഡിയലിസം അല്ലാത്ത എല്ലാവരും കാര്യമായിട്ട് പെർസെപ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 2 ഇൻഫറൻസസ് എന്നുള്ളതാണ്. മീൻസ് ഡ്രോയിങ് കൺക്ലൂഷൻ ഫ്രം ഒബ്സർവേഷൻ. ഞാൻ ഒബ്സർവ് ചെയ്തതിൽ നിന്ന്, അഥവാ ഞാൻ കണ്ട്, അല്ലെ, ഞാൻ ഒബ്സർവ് ചെയ്തതിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുക? കാര്യങ്ങളെ മനസ്സിലാക്കുക. ഒന്ന് എനിക്ക് സെൻസറി ഓർഗൻസിലൂടെ കിട്ടും. ഇനി ഞാൻ ഒബ്സർവ് ചെയ്താലും ഈ സെൻസറി ഓർഗൻസിലൂടെ തന്നെയാണ് കിട്ടുക, അത് വേറൊരു കാര്യം. എന്നാലും ഇതിന്റെ പല സോഴ്സുകളായി പറയാണ്. സോ ഇൻവോൾവ് 5 സ്റ്റെപ്സ്. അഥവാ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ 5 സ്റ്റെപ്പുകൾ കടന്നു പോകുന്നുണ്ട്. ഞാൻ ഹൈപ്പോസിസുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഹൈപ്പോസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ രൂഹങ്ങൾ ഉണ്ടാക്കാം, ഇത് അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ്. പിന്നെ റീസണിങ്സ് ഉണ്ടാവും, എക്സാമ്പിൾസ്, റീഅഫർമേഷൻ. അഥവാ നമ്മൾ ആദ്യം കണ്ടതല്ല, ഓക്കെ ഇത് അങ്ങനെയല്ല, ഇത് തന്നെ ആയിരുന്നു എന്നുള്ള ആ ഒരു സംഭവം. ആൻഡ് കൺക്ലൂഷൻ. അപ്പൊ നമ്മൾ അവിടെ ഒരു പുക കണ്ടാൽ നമ്മൾ ആദ്യം എന്ത് വിചാരിക്കുക? ഒരു കാട്ടിലൊരു പുക കണ്ടു സങ്കല്പിക്കാം. നമ്മൾ ആദ്യം വിചാരിക്കും കാട് കത്തുകയാണെങ്കിൽ കാട്ടുതീയാണെന്ന് വിചാരിക്കും. നമ്മുടെ യുക്തി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനെ കുറിച്ചിട്ട് നമ്മൾ പറയും ഇതിന് മുമ്പൊക്കെ അങ്ങനെ കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്, കാടല്ലേ, പലതും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാണ്, നമ്മളവിടെ പോയി നോക്കി, അല്ലെങ്കിൽ പോയി നോക്കുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എന്തോ കൂടിയിട്ട് കത്തിക്കുകയാണ്. കാട്ടുതീന്നല്ല, അവരത് കൺട്രോൾ ചെയ്തിട്ടാണ് കത്തിക്കുന്നത്. നമ്മൾ റീഅഫേം ചെയ്യും, ഓക്കെ അത് കാട്ടുതീ അല്ല, കുറച്ച് ആളുകൾ എന്തോ കത്തിച്ചതാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ നമ്മൾ കൺക്ലൂഷനിൽ എത്തും. ഇങ്ങനെ ഇൻഫറൻസ്. ഇപ്പൊ ഞാൻ എന്താണോ ഒബ്സർവ് ചെയ്തത് അതിനെയാണ് ഞാൻ നോളജ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, 3 വെർബൽ ടെസ്റ്റിമണിയാണ്, അഥവാ ശബ്ദങ്ങളാണ്, അഥവാ മറ്റൊരാൾ പറഞ്ഞതാണ്, അല്ലെ? നോളജ് ഫ്രം റിലയബിൾ സോഴ്സസ് ഓർ സ്ക്രിപ്റ്റേഴ്സ്. ഒരാൾ നമ്മോട് പറഞ്ഞു, പ്രത്യേകിച്ച് ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അല്ലെങ്കിൽ വേദങ്ങളിൽ നിന്ന് കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ പുരോഹിതന്മാർ നമുക്ക് പറഞ്ഞു തന്നു, അത് നമ്മൾ വിശ്വസിക്കുന്നു, അത് നമ്മുടെ നോളജായി വരുന്നു. അത് ഇമ്പോർട്ടൻറ്റ് വേദാന്ത ആൻഡ് മീമാംസ ഫിലോസഫീസ് എന്ന് പറയുന്നുണ്ട്, എന്നും കൂടുതൽ അറിയില്ല. വേദാസ് ആർ കൺസിഡേർഡ് എറ്റേണൽ ആൻഡ് ഇൻഫാലിബിൾ. അങ്ങനെ വേദങ്ങളിൽ നിന്ന് പലതും നമുക്ക് എന്തുണ്ട്? വെർബൽ ടെസ്റ്റിമണീസ് ആയിട്ട്, ദാറ്റ് മീൻസ് ഇന്ന ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതാണ് വെർബൽ ടെസ്റ്റിമണി കേട്ടോ. 4 കമ്പാരിസൺ ആണ്. നോളജ് ബൈ കമ്പയറിങ് നോൺ ആൻഡ് അൺനോൺ ഒബ്ജക്ട്. നമ്മളെ മനസ്സിലുള്ള കുറേന്ന് വെച്ചാല് നമ്മൾ കമ്പയർ ചെയ്ത് കാണും, ഇതും അതും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണ്. അങ്ങനെ ഒരു കമ്പാരിസൺ ആണ് ആക്ച്വലി. കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. കമ്പയർ ചെയ്ത കുറെ നോളജുകളാണ്. നമ്മൾ മൈൻഡിന്റെ പ്രവർത്തനം പഠിച്ചപ്പോൾ നമ്മളെ ബ്രെയിനിൽ എപ്പോഴും ഒരു സ്കീം ഉണ്ടായിരുന്നു. നമ്മുടെ മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഒരു എഡിറ്റർ പോലെ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു വേറെന്തൊരു വാക്കുണ്ടായിരുന്നത്, വരുന്ന എല്ലാ നോളജുകളെയും അതിങ്ങനെ ചെക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു തിയറി പഠിച്ചു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല, ഇവിടെ തന്നെ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ല. ഏതായാലും ഒരു പുതിയ നോളജ് വരുമ്പോഴല്ലേ ഓൾറെഡി നമ്മുടെ മനസ്സിലുള്ള നോളജ് എന്ത് ചെയ്യും? അതിനിങ്ങനെ കറക്റ്റ് ചെയ്യും, അതിനെ കമ്പയർ ചെയ്യും, അതിനെ അനലൈസ് ചെയ്യും. ഓക്കെ, അങ്ങനെ കുറെ നോളജുകൾ നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. പാസ്റ്റിലുള്ള കാര്യങ്ങൾ പ്രസന്റിലുള്ള കാര്യങ്ങളുമായി കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു നോളജ് സേവ് ചെയ്യുക. അതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്.
5 പ്രീ സപ്പോസിഷൻ ആണ്. നോളജ് ഫ്രം എ നെസസറി അസംഷൻ അഥവാ നമ്മുടെ കുറെ ഊഹങ്ങളാണ്. ബേസ്ഡ് ഓൺ സർക്കംസ്റ്റാൻഷ്യൽ ലോജിക് ആൻഡ് ഇംപ്ലിക്കേഷൻസ്. നമ്മൾ എന്ത് ചെയ്യാണ്? സപ്പോസ് ചെയ്യാണ് ഇത് അങ്ങനെ ആയിരിക്കാം, അതങ്ങനെ ആവും, ഇതിങ്ങനെ ആയിരിക്കാം. നമ്മൾ ഊഹങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റും. അത്തരത്തിൽ കുറെ നോളജ് നമ്മളെ മൈൻഡിലുണ്ട്. ഹെൽപ്സ് ഫിൽ ഗ്യാപ് വെൻ ഡയറക്റ്റ് എവിഡൻസ് ഈസ് മിസ്സിംഗ്. നമുക്ക് നേരിട്ട് അത് മനസ്സിലായിട്ടില്ല, നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു അസംഷൻ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നോൺ അപ്രഹെൻഷൻ ആണ്. അണ്ടർസ്റ്റാൻഡിങ് സംതിങ് ഡസന്റ് എക്സിസ്റ്റ് ബിക്കോസ് വി ഡോണ്ട് പെർസീവ് ഇറ്റ്. അഥവാ നിലവിലില്ല, നമുക്ക് അറിയൂല, ഓക്കെ, എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് മൈൻഡിലുണ്ടാവും, നമ്മൾ വിശ്വസിക്കും. പക്ഷെ നമുക്കത് എന്താന്ന് മനസ്സിലായിട്ടൊന്നുമില്ല, എന്താന്ന് കിട്ടിയിട്ടില്ല. ഇതൊരു നെഗറ്റീവ് നോളജ് എന്ന് പറയുന്നുണ്ട്. നോയിങ് സംതിങ് ഈസ് ആബ്സെന്റ്. അഥവാ കൃത്യമായിട്ട് നമുക്ക് അതിനെ കുറിച്ച് അറിവൊന്നുമില്ല. ഓക്കെ, സോ നോയിങ് എ ടേബിൾ ഈസ് എംപ്റ്റി ബൈ സീയിങ് നത്തിങ് ഓൺ ഇറ്റ്. കാരണം ഒരു ടേബിൾ കാണും, ഒരു ഉദാഹരണം പറഞ്ഞതാണത്. ടേബിൾ കാണുന്നതിന് മുകളിലൊന്നും കണ്ടില്ല, നമ്മളെ കാഴ്ചയോട് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ പറഞ്ഞ് ആ ടേബിൾ ഫ്രീ ആണ് എന്ന് പറഞ്ഞു. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ഒന്ന് അതിന്മേൽ ഉണ്ടായേക്കാം. നമ്മൾക്ക് നേരിട്ട് നമ്മൾ കണ്ടപ്പോൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല, നമ്മൾ വിശ്വസിക്കുകയാണ് അവിടെ ഇല്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിലും നോളജ് നമ്മളെ മൈൻഡിൽ ഉണ്ട് എന്നൊക്കെയാണ്. നോൺ അപ്രഹെൻഷൻ ആണ് അതിന്റെ പേര്. ഓക്കെ, ഇതില് സോഴ്സ് ഓഫ് നോളജ് എന്നുള്ളതാണ്. ഇതിൽ ഒന്ന് പെർസെപ്ഷൻ ആണ്. നമ്മൾ സെൻസറി ഓർഗൻസിലൂടെ പെർസീവ് ചെയ്യുന്നതാണ്. ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്മുടെ റീസണിങ് ആണ്. വെർബൽ ടെസ്റ്റിമോണി ഒരാൾ പറഞ്ഞതോ അല്ലെങ്കിൽ വേറൊരാൾ നമുക്ക് തന്ന നോളജ് ആണ്. കമ്പാരിസൺ നമ്മൾ മൈൻഡിൽ കമ്പയർ ചെയ്യുന്നതാണ്. പ്രീ സപ്പോഷൻ എന്ന് പറയുന്നത് നമ്മൾ അസംഷൻസ് ആണ്. നോൺ അപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഡസന്റ് എക്സിസ്റ്റ്, അവിടെ അതില്ല, നെഗറ്റീവ് നോളജ് ആണ്. അതില്ല, ഇതില്ല, അത് അങ്ങനല്ല, അത് ഇങ്ങനല്ല എന്നുള്ള നമ്മുടെ അറിവുകളാണ്. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫി ആൻഡ് തിയറീസ് ഓഫ് നോളജ് അഡ്വാൻസ് ആണ്. വെസ്റ്റേൺ സ്കൂൾസ് ആണ്. ഇന്ത്യൻ സ്കൂൾസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ വെസ്റ്റേൺ ആണ്. മോഡേൺ സ്കൂൾസ് ഓഫ് വെസ്റ്റേൺ ഫിലോസഫി എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഐഡിയലിസം, നാച്ചുറലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഈച്ച് ഓഫേഴ്സ് എ ഡിഫറെന്റ് ഐഡിയ ഓഫ് വാട്ട് നോളജ് ഈസ്. എന്താണ് നോളജ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ നോളജിനെ സ്വീകരിച്ചത് എന്ന് വ്യത്യസ്തമായ രൂപത്തിൽ പറയാണ്. ഓക്കെ, ഫോക്കസസ് മോർ ഓൺ റീസൺ, സയൻസ് ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. ഇതിൽ പലതിലും സയൻസ് ആവശ്യമായിട്ട് വരും, ചിലതിൽ ഹ്യൂമൻ എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരും, ചിലതിൽ അവരുടെ റീസണിങ് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ അതാണ് ഇതിൽ ഓരോന്നിന്റെയും എന്താണ് ഐഡിയലിസം, എന്താണ് നാച്ചുറലിസം, ഏറ്റവും ബേസിക് ആയ ഒരു ഐഡിയ മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. ഏറ്റവും ബേസിക്കിന്റെ പേര് പഠിക്കാൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അതെന്താ നോക്കാനേ ഉള്ളൂ. കേൾക്കണില്ലേ? ഓക്കെ, അപ്പൊ ചില ഇതില് അങ്ങനെ ഒരു എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിലില്ല കേട്ടോ. അതുകൊണ്ടാണ് എന്താണ് ഐഡിയലിസം. സോ മൈൻഡ് ഈസ് അൾട്ടിമേറ്റ് റിയാലിറ്റി നോട്ട് മാറ്റർ. അഥവാ നമുക്ക് റിയൽ ആയതന്നെ ഓൾ ഒബ്ജക്ട്സ് ആർ റിഫ്ലക്ഷൻസ് ഓഫ് ദ മൈൻഡ്. The truth is subject and shaped by the mind. അഥവാ സത്യം ഉണ്ടായിരിക്കണം, അത് ഐഡിയൽ ആയിരിക്കണം. അപ്പോൾ സത്യത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ബിലീവ്സ് ഇൻ എ പ്രിയോറി നോളജ് ട്രൂത്ത് ഓൾറെഡി എക്സിസ്റ്റ്. നിലവിൽ നമുക്കത് ട്രൂത്ത് ആണ്, അഥവാ ഒരു റിയാലിറ്റി ഉണ്ട് എന്ന കാര്യങ്ങളെ മാത്രം വിശ്വസിക്കുക. ഓക്കെ, സോ റിയാലിറ്റി ബേസ്ഡ് ആണ് ഐഡിയലിസം. റിയൽ ആണ് എന്ന, ട്രൂത്ത് ആണ് എന്ന ഒരു വിശ്വാസത്തിൽ മാത്രം കാര്യങ്ങളെ മനസ്സിലാക്കുക. 2 നാച്ചുറലിസം ആണ്. അഥവാ മാറ്റേഴ്സ് ഈസ് അൾട്ടിമേറ്റ്ലി റിയാലിറ്റി നോട്ട് മൈൻഡ്. ഇവിടെ നോളജ് കംസ് ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് സെൻസസ്. അഥവാ ഇതിൽ എന്തുണ്ട് അറിയോ, ഒരു എക്സ്പീരിയൻസുകൾക്ക് ഒരു എന്തുണ്ട്, സ്ഥാനമുണ്ട്. സയൻസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഗെയിനിങ് ട്രൂത്ത്. ഇവരുടെ നാച്ചുറലിസത്തിന്റെ ഒരു വാദമാണ് നമുക്ക് എന്ത് ചെയ്യണം, സയൻസിനെ പരിഗണിക്കണം. നോളജ് കംസ് ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് സെൻസസ്. എന്തായാലും എനിക്ക് അനുഭവത്തിൽ നിന്നാണ് ഞാനത് പഠിക്കേണ്ടത്. അപ്പൊ അനുഭവിച്ചതാണ് നമുക്ക് വിശ്വസിക്കുക, അല്ലെങ്കിൽ അനുഭവിച്ചതിനെയാണ് കൂടുതലായിട്ട് മനസ്സിലാക്കുക. സോ നോളജ് ഈസ് ഓൾവേസ് ഇവോൾവിംഗ് വിത്ത് ന്യൂ എവിഡൻസ്. എപ്പോഴും ഒരു നാച്ചുറലിസ്റ്റിക് ആവുക, എവിഡൻസ് ഉണ്ടാവുക, സയന്റിഫിക് ആവുക, എക്സ്പീരിയൻസ്ഡ് ആവുക. അതൊക്കെയാണ് നാച്ചുറലിസം എന്നുള്ള ആ ഒരു വാദം. 3 റിയലിസം ആണ്. വേൾഡ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് അവർ മൈൻഡ്. ഒബ്ജക്ട്സ് ഹാവ് റിയൽ ക്വാളിറ്റീസ് വി ക്യാൻ പെർസീവ്. അഥവാ
ഒബ്ജക്റ്റുകൾക്ക് ഒരു ക്വാളിറ്റി, നമുക്ക് മനസ്സിലാകുന്ന ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ട്രൂത്ത് കം ഫ്രം സെൻസറി എക്സ്പീരിയൻസ്. കണ്ടും കേട്ടും സത്യം മനസ്സിലാക്കി തന്നെ വേണം. റീസണിങ് ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്. സോ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ റീസണിങ്ങിന് പറ്റണം. ഓക്കെ, ഇവരുണ്ടല്ലോ കാര്യമായിട്ട് ഈ വെസ്റ്റേൺ ആയ ആളുകൾ കാര്യമായിട്ട് പിന്നെ അവരുടെ എന്താ യുക്തിപരമായി റീസണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതേപോലെ തന്നെ സയന്റിഫിക് എവിഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. സോ അങ്ങനെ കണ്ടും കേട്ടും റിയൽ ആണ് എന്ന ഇത് മാത്രം അവർ എന്ത് ചെയ്യുള്ളൂ, സ്വീകരിക്കുള്ളൂ. 4 പ്രാഗ്മാറ്റിക്സ് ആണ്. ഹ്യൂമൻ എക്സ്പീരിയൻസ് ഈസ് ദ സോഴ്സ് ഓഫ് ട്രൂത്ത്. ഇവിടെ പറയുന്ന കണികള് മനുഷ്യന്റെ എക്സ്പീരിയൻസിനാണ് സോഴ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. നോളജ് ഗ്രോസ് ത്രൂ ഇന്ററാക്ഷൻ വിത്ത് എൻവയോൺമെന്റ്. ഇവിടെ അവർ എൻവയോൺമെന്റിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുകയാണ്. ഫോക്കസ് ഓൺ ആക്ഷൻ ആൻഡ് ദെയർ പ്രാക്ടിക്കൽ ഔട്ട്കം. അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ പ്രവർത്തനം, അതിന്റെ ഔട്ട്കം എന്ത്, അതിലൊരു പ്രകൃതിയെ കൂടി കണക്കെടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ എൻവയോൺമെന്റിനും കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിന് സപ്പോർട്ട് കൂടി അവർ തേടുന്നുണ്ട്. ട്രൂത്ത് ഇസ് വാട്ട് വർക്ക്സ് ആൻഡ് ഹെൽപ്സ് സോൾവ് പ്രോബ്ലംസ്. സത്യമാണ് ഒരു പ്രോബ്ലത്തെ സഹായിക്കുള്ളൂ. അല്ലെങ്കിൽ പ്രകൃതി, സത്യം ഇവയൊക്കെ ചേർന്ന് അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള നോളജ് എന്നുള്ളതാണ് അവരുടെ ഒരു വാദം. ഇത് തമ്മിൽ ഭയങ്കര ഡിഫറൻസസ് ഒക്കെ പറയാറുണ്ട് കേട്ടോ. ഞങ്ങൾ ബി എഡ് ഒക്കെ പഠിച്ചത് ഇതിന്റെ കുറെ ഡിഫറൻസസ് ഒക്കെ പഠിച്ചിരുന്നു. പക്ഷെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ChatGPT കിട്ടാല് ഐഡിയലിസം, നാച്ചുറലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം എന്നൊക്കെ ഉള്ളതിന്റെ ഡിഫറൻസസ് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതിൽ പഠിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ 4 ഇസങ്ങൾ ഉണ്ടെന്നും അതിന്റെ ബേസ് ഇതാണെന്നൊക്കെ ഉള്ളത് മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ കേട്ടോ. ദെൻ വെസ്റ്റേൺ സോഴ്സസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞിട്ട് അതിൽ സെൻസ് എക്സ്പീരിയൻസ്, റീസൺ, എക്സ്പെരിമെന്റേഷൻ അഥവാ എക്സ്പെരിമെന്റ്, സയന്റിഫിക് നോളജ് ആൻഡ് അതർ സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു കമ്പാരിസൺ ആണ് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ ഫിലോസഫേഴ്സിന് തമ്മിലുള്ളത്. ഇന്ത്യക്കാര് നോളജ് ഫ്രം പെർസെപ്ഷൻ, ഇൻഫറൻസ്, സ്ക്രിപ്ചേഴ്സ് ആൻഡ് ഇൻറ്റ്യൂഷൻ. ഇന്ത്യക്കാർക്ക് നോളജ് പറഞ്ഞാല് പെർസെപ്ഷൻ പറ്റും, ഇൻഫറൻസ് പറ്റും, സ്ക്രിപ്ചേഴ്സ് പറ്റും അല്ലെ. നമ്മളെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കും. എന്നാൽ വെസ്റ്റേൺ ആയ ആളുകൾ മോർ ഫോക്കസ് ഓൺ സെൻസറി ഡാറ്റ ആൻഡ് സയന്റിഫിക് മെത്തേഡ്. അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയം കൂടി കിട്ടണം, അല്ലെങ്കിൽ സയന്റിഫിക് ആയ ട്രൂത്ത് ആയിട്ട് വേണം. ഓക്കെ, സോ ഐഡിയലിസം ഇസ് ഇൻ ബോത്ത് സീസ് മൈൻഡ് ആസ് സെൻട്രൽ ടു ട്രൂത്ത്. കാരണം വെസ്റ്റേൺ ആയ ആളുകൾ എപ്പോഴും ട്രൂത്തിനെ ബേസ് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഫാക്ട് വേണം, ട്രൂത്ത് വേണം എന്നൊക്കെയുള്ളത് അവർക്കൊരു മസ്റ്റാണ്. പ്രാഗ്മാറ്റിസം ഹൈലൈറ്റ് ഇവോൾവിംഗ് ആൻഡ് പ്രാക്ടിക്കൽ നോളജ്. ഇതിൽ കണ്ടോ ഈ വെസ്റ്റേൺ ഫിലോസഫിയിൽ പറയുന്നതാണ് പ്രാഗ്മാറ്റിസം. അവർക്ക് എപ്പോഴും ഒരു പ്രാക്ടിക്കൽ നോളജ് വേണം, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ ട്രൂത്ത് വേണം, അവർക്ക് അതിനൊരു എൻവയോൺമെന്റ് വേണം. ഇതാണ് അവരുടെ ഒരു വാദം. ഇന്ത്യക്കാരെ സംബന്ധിച്ച് സ്ക്രിപ്റ്റേഴ്സിലുള്ളതും ഒരു ഇൻറ്റ്യൂഷൻ ആയാലൊക്കെ ഇന്ത്യക്കാരെന്ത് ചെയ്യും, അതൊരു നോളജായി പരിഗണിക്കും. ഇനി എത്ര ഉണ്ട് നോക്കട്ടോ, കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമുക്ക് കൂടെ സ്റ്റോപ്പ് ചെയ്യാം, അടുത്ത സെഷൻ എടുക്കാം. കുറച്ചാണെങ്കിൽ തീർക്കുകയും ചെയ്യാം. ജസ്റ്റ് ഒരു സെക്കൻഡ്. ഓക്കെ, ഒന്ന് പറഞ്ഞു പോകട്ടോ, അത് പെട്ടെന്ന് തീരെ. ഇവിടെ അല്ലല്ലോ തിയറീസ് ഓഫ് വാലിഡിറ്റി ഓഫ് നോളജ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് 2-3 തിയറികളാണ്. അതിനും ഒരു ബേസിക് ആയിട്ട് മാത്രമേ പറയുള്ളൂ. വാലിഡ് നോളജ് ഈസ് ട്രൂത്ത് ബാക്ക്ഡ് വിത്ത് എവിഡൻസ്. എന്താണ് വാലിഡ് നോളജ്? ഇത് പ്രത്യേകിച്ച് വെസ്റ്റേൺ ആയിട്ടുള്ള ആ ഒരു തിയറിയുമായി കണക്റ്റഡ് ആണ് വാലിഡ് നോളജ് എന്നുള്ളത്. അഥവാ നമുക്ക് കിട്ടുന്ന നോളജ് വാലിഡ് ആയിരിക്കണം, അതിന് കൃത്യമായിട്ടുള്ള ഒരു വാലിഡിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ട്രൂത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ട്രൂത്ത് മീൻസ് എ ബിലീഫ് ഓർ എ സ്റ്റേറ്റ്മെന്റ് മാച്ചസ് റിയാലിറ്റി. ഒരു സെക്കൻഡ് കേട്ടോ, കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ ഇത് ഓഫ് ആക്കുന്നില്ലേ.
ഹലോ, ആർ യു ദർ? Yeah. അല്ല, കുറെ വെസ്റ്റേൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൽ ഇനിയിപ്പോ ഈ വാലിഡിറ്റി ഓഫ് നോളജ് എന്നുള്ളൊരു ചെറിയ ടേമാണ്. അതേപോലെ തന്നെ തിയറീസ് ഓഫ് വാലിഡിറ്റി ഓഫ് നോളജ് ആണ്. 2-3-4 തിയറികളും കൂടിയാണ് അതിൽ വരുന്നത്. ഇപ്പൊ അതിൽ പറയണെന്ന് വെച്ചാല് രണ്ട് അപ്രോച്ചിനെ കുറിച്ച് പറയുന്നത്. 2 അപ്രോച്ചസ് ഡിഫൈൻ വാട്ട് ട്രൂത്ത് ഈസ് ഓർ ഹൗ ഇറ്റ് ഇസ് ജസ്റ്റിഫൈഡ്. എന്താണ് ട്രൂത്ത്, അതെങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ ഒരു ചർച്ചയിൽ കാര്യമായിട്ട് വെസ്റ്റേൺ നോളജിനെ കുറിച്ച് വരുന്നുണ്ട്. ട്രൂത്ത് എന്ത്, എങ്ങനെയാണ് അത് ട്രൂത്ത് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുക, എങ്ങനെ അത് ജസ്റ്റിഫൈ ചെയ്യുന്നു, എന്തുകൊണ്ട് ട്രൂത്ത് ആകുന്നു എന്നൊക്കെ ഉള്ളത്. സോ ഫിലോസഫേഴ്സ് ഹൗ എക്സ്പ്ലോസ് ഹൗ ടു നോളജ് ഇഫ് സംതിങ് ഈസ് ട്രൂ. എങ്ങനെയാണ് നോളജ് ട്രൂ ആകുക, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വാലിഡ് നോളജ് എന്നുള്ളത് എന്നൊക്കെയാണ് അതിൽ പറയുന്നത് കേട്ടോ. സോ തിയറീസ് ഓഫ് വാലിഡിറ്റി ഓഫ് നോളജ് എന്നുള്ളതിൽ വാട്ട് ഈസ് ട്രൂത്ത്? ട്രൂത്ത് ഈസ് വാലിഡേഷൻ ഓർ ജസ്റ്റിഫൈഡ് നോളജ് ബാക്ക്ഡ് ബൈ എവിഡൻസ്. എവിഡൻസ് കൊണ്ട് കിട്ടുന്ന നോളജ് അത് ജസ്റ്റിഫൈ ചെയ്തതാകണം, അതാണ് ട്രൂത്ത് എന്നാണ് അവര് പറയുന്നത്. സോ വി ക്യാൻ ആസ്ക് വാട്ട് ഈസ് ട്രൂത്ത്, അല്ലെ? സത്യം എന്താന്ന് വെച്ചാൽ അത് വാലിഡിറ്റി ഉള്ള, അതല്ലെങ്കിൽ അതിന് എവിഡൻസുകളുള്ള നോളജിനെയാണ് ട്രൂത്ത് എന്ന് പറയാം. ഓക്കെ, ഈ ബാക്കിയുള്ളതൊന്നും അതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല. നമ്മൾ നേരെ ഇതിലേക്ക് പോവാണ്. കറസ്പോണ്ടൻസ് തിയറി ഓഫ് ട്രൂത്ത്. അപ്പൊ ട്രൂത്ത് കുറിച്ചിട്ടുള്ള ചില തിയറികളാണ് ഇവിടെ പറയാൻ പോണത്. ഓക്കെ, വാലിഡ് നോളജിന്റെ ബാക്കിയാണ് ഇത് പറയുന്നത്. തിയറി ഓഫ് ട്രൂത്ത് ആണ്. ഇവിടെ എങ്ങനെ പറഞ്ഞു വെച്ചാല് എ പ്രൊപ്പോസൽ ഈസ് ട്രൂ ഇഫ് ഇറ്റ് മാച്ചസ് വിത്ത് റിയാലിറ്റി. അഥവാ നമ്മൾ പറഞ്ഞൊരു കാര്യം റിയാലിറ്റിയുമായി നേരിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അതാണ് ട്രൂത്ത് എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ തന്നെയാണല്ലോ, പറഞ്ഞ കാര്യവും സംഭവിക്കുന്നതും ഒരേപോലെ വരണല്ലോ. സോ ട്രൂത്ത് ഈസ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ജഡ്ജ്മെന്റ് ആൻഡ് ഫാക്ട്. അപ്പൊ ഫാക്ട് നമ്മുടെ ജഡ്ജ്മെന്റ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ട്രൂത്ത്. ഓരോ ഡെഫിനിഷൻസ് പറയണം കേട്ടോ. സോ അതിലെ ഒരു എക്സാമ്പിൾ ആണ് ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അതൊരു ഫാക്ട് ആണ്, അതൊരു ട്രൂത്തും ആണ്. ഓക്കെ, ഇറ്റ് ഇസ് ട്രൂ ബിക്കോസ് മാച്ചസ് ദ ഫാക്ട്. അപ്പോ ട്രൂത്തും ഫാക്റ്റും തമ്മിൽ കണക്റ്റഡ് ആവണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പൊ കറസ്പോണ്ട് ആവണം എന്നുള്ളതാണ്. ഏതൊക്കെ തമ്മില്? റിയാലിറ്റിയും അല്ലെങ്കിൽ ട്രൂത്തും ഫാക്റ്റും തമ്മിൽ ഒരു കറസ്പോണ്ടൻസ് ഉണ്ടാവണം എന്നുള്ളതാണ് ആ തിയറിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ബെർട്രാൻഡ് റസൽ ഓൺ കറസ്പോണ്ടൻസ്. ഇതില് ഈ എന്താണ് കറസ്പോണ്ടൻസ്, ഇത് കറസ്പോണ്ടൻസ് തിയറി ആണല്ലോ. എന്താണ് കറസ്പോണ്ടൻസ് ഉള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഇവിടെ താഴെ. ഈ ഫസ്റ്റത്തെ പോയിന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ വരുന്ന പോയിന്റ് കേട്ടോ. ഏത്? ട്രൂത്ത് ഈസ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ജഡ്ജ്മെന്റ് ആൻഡ് ഫാക്ട്. ആ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ എ പ്രൊപ്പോസിഷൻ ഈസ് ട്രൂ ഇഫ് ഇറ്റ് ഈസ് മാച്ചസ് വിത്ത് റിയാലിറ്റി. അപ്പൊ ട്രൂത്തും റിയാലിറ്റിയും തമ്മിൽ കണക്ഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. ബെർട്രാൻഡ് റസൽ പറയുന്നത് ബിലീഫ് ആർ ട്രൂ ഓർ ഫാൾസ് ബേസ്ഡ് ഓൺ കറസ്പോണ്ടിങ് ഫാക്ട്. നമ്മുടെ ബിലീഫ്സുകൾ ട്രൂ ആകാം, ഫാൾസ് ആകാം. നമ്മുടെ വിശ്വാസങ്ങള് സത്യമാകാം, തെറ്റാവാം, ഫാക്റ്റുകൾക്ക് അടിസ്ഥാനത്തിൽ. സോ ഫാക്റ്റ് ഉള്ളതാണ് നമ്മൾ ബിലീഫ് ചെയ്യണതെങ്കിൽ അതെന്താണ്? ട്രൂത്ത് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ഇത് വലിയ ഫിലോസഫിയെ കാണുന്ന വേണ്ട. റിയൽ ആണ്, സത്യമാണെങ്കിൽ അത് വിശ്വസിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നോളജ്. അതൊരു ട്രൂ നോളജ് ആണ്, അതൊരു കറസ്പോണ്ടന്റ് തിയറിയാണ്. ബിലീഫ് എക്സിസ്റ്റ് ഇൻ ദ മൈൻഡ് ബട്ട് ഡോണ്ട് റിലേ ഓൺ ദ മൈൻഡ് ഫോർ ട്രൂത്ത്. നമ്മുടെ വിശ്വാസങ്ങള് എവിടെ ഉണ്ട്? മൈൻഡിലുണ്ട്. പക്ഷെ സത്യത്തിന് വേണ്ടി മൈൻഡിനെ എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. സത്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം? എവിഡൻസിനെ വിശ്വസിക്കണം, ഫാക്റ്റിനെ വിശ്വസിക്കണം. ഓക്കെ, അപ്പോൾ സത്യം വിശ്വസിക്കാം, പക്ഷെ നമ്മുടെ വിശ്വാസങ്ങളെല്ലാം സത്യമാണെന്ന് പറയരുത്. ട്രൂത്ത് ഈസ് ലൈക്ക് ഫിറ്റിംഗ് പസിൽ പീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ ഫാക്റ്റുകളിൽ ട്രൂത്ത് പറഞ്ഞാല് ഫാക്റ്റുകൾ ചേർത്ത് വെക്കണതാണ് എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അത്ര ഇമ്പോർട്ടൻ്റ് അതിനില്ല കേട്ടോ. രണ്ട്, പ്രാഗ്മാറ്റിക് തിയറി ഓഫ് ട്രൂത്ത്. അപ്പൊ ഒന്ന് കറസ്പോണ്ടൻസ് തിയറിയാണ്. അതിൽ ഈ ടേംസ് പഠിച്ചാൽ മതി. റിയാലിറ്റി, ട്രൂത്ത്, ഫാക്ട്, ഇതൊക്കെ തമ്മിൽ ബന്ധം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇനി പ്രാഗ്മാറ്റിക് തിയറി വെച്ചിട്ട് പറയുന്നത് ട്രൂത്ത് ഈസ് ലിങ്ക്ഡ് ടു യൂസ്ഫുൾനെസ് ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസസ്. അഥവാ സത്യം എന്ന് പറഞ്ഞാൽ എന്താവണം? പ്രാഗ്മാറ്റിക്കൽ ആവണം. അഥവാ മനുഷ്യന്മാരുടെ അനുഭവങ്ങളുമായി കണക്റ്റഡ് ആയിരിക്കണം, അവർക്ക് യൂസ്ഫുൾ ആവണം. അതാണ് ട്രൂത്ത് എന്നാണ് പ്രാഗ്മാറ്റിക് വ്യൂല് പറയുന്നത്. സോ ട്രൂ പ്രൊപ്പോസിഷൻ ആർ ദോസ് ദാറ്റ് വർക്ക് ആൻഡ് ഹെൽപ്പ് ഇൻ റിയൽ ലൈഫ്. മനുഷ്യന്മാർക്ക് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വാലിഡേറ്റഡ് റിസൾട്ട് ഉള്ളതായിരിക്കണം ട്രൂത്ത്. അതാണ് ട്രൂത്തിന്റെ ഡെഫിനിഷൻ പ്രാഗ്മാറ്റിക് തിയറിയിൽ. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട കുറെ ഫിലോസഫേഴ്സിന്റെ ഒക്കെ ഓരോ
ഇതാണ് ഇതിൽ വരുന്നത്. പീസ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ഇസ് എ ബിലീഫ് ദാറ്റ് സർവൈവ് ഓൾ ഡൗട്ട്. എല്ലാ സത്യത്തിനും ഒരു ആൻസർ ഉണ്ടായിരിക്കണം, അതാണ് ട്രൂത്ത്. അതേപോലെ തന്നെ എവരിവൺ വിൽ എഗ്രി അപ്പോൺ ആഫ്റ്റർ ഫുൾ ഇൻവെസ്റ്റിഗേഷൻ. അതിനെക്കുറിച്ച് എത്ര ആൾ എന്ത് മനസ്സിലാക്കിയാലും എത്ര അന്വേഷിച്ചാലും ഫൈനലി ഒരു ആൻസർക്ക് അവർക്ക് എല്ലാവർക്കും എത്താൻ വരണം, അതാണ് ട്രൂത്ത്. അതേപോലെ തന്നെ സയന്റിഫിക് ആയിട്ട് നമുക്ക് അതിനെ ഫാൾസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം. അത് തെറ്റൊക്കെ ഇത് മാറ്റി സത്യം മാത്രം നിലനിർത്താൻ പറ്റണം, അതാണ് ട്രൂത്ത്. പിന്നെ വില്യം ജെയിംസ് പറഞ്ഞത് ട്രൂത്ത് ഈസ് വാട്ട് ക്യാൻ ബി വെരിഫൈഡ് ത്രൂ എക്സ്പീരിയൻസ്. അനുഭവത്തിലൂടെ വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ട്രൂത്ത്. അതേപോലെ തന്നെ അവർ മൈൻഡ് ഷേപ്പ് ഫാക്ട് ബേസ്ഡ് ഓൺ നീഡ്സ് ആൻഡ് പർപ്പസ്. നമ്മളെ മൈൻഡിലുള്ളത് ഫാക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കാം, അത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമ്മളത് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ ട്രൂത്ത് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആൻഡ് വർക്ക്സ് ഇൻ ദ ലോങ് റൺ, എന്നും നിലനിൽക്കുന്ന ഒന്നാണ് ട്രൂത്ത് എന്നാണ് വില്യം ജെയിംസ് പറഞ്ഞത്. ഈ ജോൺ ഡ്യൂയി പറഞ്ഞത് ഐഡിയാസ് ആർ ലൈക്ക് ടൂൾസ് ടു സോൾവ് പ്രോബ്ലംസ്. നമുക്ക് കുറെ ഐഡിയാസ് ഉണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. സോ ഇറ്റ് ഈസ് ട്രൂ, അത് സത്യമായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ട്രൂത്ത് ഇസ് വെരിഫൈഡ് ത്രൂ പ്രാക്ടിക്കൽ സക്സസ്. നമ്മുടെ ഐഡിയാസ് പലപ്പോഴും പ്രാക്ടിക്കലൈസ് ചെയ്ത് അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ട്രൂത്ത്. ഇങ്ങനെ ട്രൂത്ത്, സത്യം എന്നുള്ളതിന് ഒരുപാട് ഡെഫിനിഷൻസ് ആണ് ഇതിൽ കേട്ടോ. ഇതില് ഒന്ന് കറസ്പോണ്ടൻസ് തിയറി ഓഫ് ട്രൂത്ത് ആണ്, 2 പ്രാഗ്മാറ്റിക് തിയറി ഓഫ് ട്രൂത്ത് ആണ്, 3 സെമാൻറ്റിക് തിയറി ഓഫ് ട്രൂത്ത് ആണ്. എന്താണ് ഈ സെമാൻറ്റിക് എന്നുള്ള വാക്കിന് അർത്ഥമോ? ലാംഗ്വേജുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. ഹലോ, കേൾക്കില്ലേ? ഇതിലല്ലോ ട്രൂത്ത്, ഇത് ഏറ്റവും ലാസ്റ്റ് സെന്റൻസ് ആണ് ഫസ്റ്റ് വായിക്കണ്ടേ. ട്രൂത്ത് ഡിപ്പെൻഡ്സ് ഓൺ മീനിങ് ഓഫ് സെന്റൻസ്. അപ്പൊ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ ആ പറയുന്നതിനൊരു സത്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ പറയുന്നത് ഒരു കാര്യം ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്നോ ഈസ് വൈറ്റ് ഈസ് ട്രൂ ഇഫ് സ്നോ ഈസ് വൈറ്റ്. നമ്മളൊരു സ്നോ ഈസ് വൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും എന്ത് ചെയ്യണം? ആ സ്നോ വൈറ്റ് ആവണം. അഥവാ നമ്മൾ പറയുന്ന ലാംഗ്വേജ് ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ, അതിലൊരു സത്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദ ട്രൂത്ത് ഇസ് ഡിഫൈൻഡ് യൂസിങ് ലോജിക് ആൻഡ് മാത്തമാറ്റിക്സ്. ഇപ്പൊ നമ്മള് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ അങ്ങനെ പറയാറുണ്ട്. അത് എന്ത് ചെയ്യണം? പാദം സ്ക്വയറും ലംബം സ്ക്വയറും കൂട്ടി കർണം സ്ക്വയർ തന്നെ കിട്ടണം, എങ്കിൽ അത് ട്രൂത്ത് ആണെന്നാണ്. അതാണ് സെമാൻറ്റിക് തിയറിയിൽ. അപ്പൊ നമ്മൾ പറയുന്ന സെന്റൻസുകൾ തെളിയിക്കാൻ പറ്റണം, അത് സത്യമായിരിക്കണം. പിന്നെ 4ാമത്തെ തിയറിയിൽ പറഞ്ഞത് ഡിഫ്ലേഷണറി തിയറീസ് ഓഫ് ട്രൂത്ത് എന്നുള്ളതാണ്. ട്രൂത്ത് ഈസ് നോട്ട് എ ഡീപ്പ് കോൺസെപ്റ്റ്, സേയിങ് സംതിങ് ഈസ് ട്രൂ ഈസ് ഇനഫ്. അഥവാ ഇത് അത്ര വലിയ ഡീപ്പ് ഒന്നല്ല. ഫ്രാങ്ക് റാംസെ പറയണത് ഈസ് ട്രൂ ഈസ് എ റിഡൻഡന്റ് ഫ്രേസ്. നമുക്ക് ജസ്റ്റ് പുറത്തുള്ള ഒരു സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ട്രൂ ഈസ് ലൈക്ക് ഗിവിംഗ് എ കമാൻഡ്. ജസ്റ്റ് നമ്മളൊരു കമാൻഡ് കൊടുക്കണ പോലെ ട്രൂത്തിനെ നമുക്ക് പറയാം എന്നൊക്കെയാണ്. സോ ഇറ്റ് ക്യാൻ ബി എ സ്റ്റേറ്റ്മെന്റ്. ഇതൊരു ഭയങ്കര സിമ്പിൾ ആയ ഒന്നിനെയാണ് ഡിഫ്ലേഷണറി ട്രൂത്ത് തിയറീസ് ഓഫ് ട്രൂത്ത് പറയുന്നത്. അത് ഭയങ്കര കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭയങ്കര ഡീപ്പ് ആവണമെന്നില്ല. സർഫേസ് ലെവലിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒന്നായിരിക്കാം ട്രൂത്ത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഇതൊക്കെ വെസ്റ്റേൺ തിയറീസ് ആണ്, ഭയങ്കര ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് നമ്മൾ കമ്പൽസറി ആയിട്ട് പറയൂല. ദെൻ നോളജ് ഇൻ റിലേഷൻ ടു ഇൻഫർമേഷൻ. നോളജും ഇൻഫർമേഷൻ തമ്മിലുള്ള ഇതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡാറ്റ, ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം, അല്ലെങ്കിൽ ആ ഒരു ടേംസ് ഇനിയും വരും, അത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ടായിരുന്നു. അതാണ് ഈ സാധനം കേട്ടോ. ആദ്യം നമുക്ക് ഡാറ്റ കിട്ടും, അത് നമുക്ക് ഇൻഫർമേഷൻ ആവും, പിന്നീട് അത് നോളജ് ആകും എന്നൊക്കെ ഉള്ളതാണ്. അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇവിടെ ഡാറ്റ പ്രോസസ്സിംഗും ഡാറ്റ, നോളജ് ആൻഡ് ഇൻഫർമേഷൻ ഇതൊക്കെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നതാണ്, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാണ്. ഇവിടെ ബിലീഫ് ആൻഡ് നോളജ് ആണ്. ബിലീഫ് ഈസ് അക്സെപ്റ്റിംഗ് സംതിങ് വിത്തൗട്ട് എവിഡൻസ്. കാരണം എന്താ പറയുക, ഈ നോളജും ബിലീഫും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ബിലീഫ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും എവിഡൻസ് ഇല്ലാതെ വിശ്വസിക്കുന്നതാണ് ആയിരിക്കാം. റീസണിങ് ഹാവ് ടേൺ ബിലീഫ് ഇൻ ടു നോളജ്. അങ്ങനെ ഈ ബിലീഫിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നോളജ് ആക്കി മാറ്റാൻ പറ്റണം. അപ്പോൾ ആദ്യം വിശ്വസിക്കുമ്പോൾ, കേൾക്കുമ്പോൾ അതിൽ നമുക്ക് എവിഡൻസ് ഉണ്ടാവില്ല, തെളിവുകൾ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? തെളിവുകൾ ഉണ്ടാക്കി അതിനെ ഒരു നോളജ് ആക്കി മാറ്റണം. ബിലീഫ് എന്ന് പറയുന്നത് തെളിവുകളില്ല, എവിഡൻസുകൾ ഇല്ലാത്ത ഒരു ഡാറ്റ മാത്രമാണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ നോളജ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. പിന്നെ നോളജ്, ബിലീഫ്, നോളജ്, ട്രൂത്ത്. അതിലേക്ക് ട്രൂത്തും കൂടി ആഡ് ചെയ്യാണ്. ട്രൂത്തും കൂടി ആഡ് ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും?
സ്ട്രോങ് എവിഡൻസുകൾ ഉണ്ടായിരിക്കും. സോ ട്രൂ ബിലീഫ് ഈസ് എ കണ്ടീഷൻ ഓഫ് നോളജ്. അതൊരു ട്രൂ നോളജ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്കൊരു ബിലീഫ് ആയിട്ടാണ് കിട്ടുക, അത് നമ്മൾ നോളജ് ആക്കും, അത് നമുക്കൊരു ട്രൂത്ത് ആയിട്ടാണ് വീണ്ടും മനസ്സിൽ ഉണ്ടാവുക. അപ്പൊ ട്രൂത്ത് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വാലിഡ് ആണ്, റിലയബിൾ ആണ്, എന്നും നിലനിൽക്കുന്നതാണ്, എപ്പോഴും നമുക്ക് ആശ്രയിക്കാവുന്നതാണ് ട്രൂത്ത്. അപ്പൊ ബിലീഫ് നോളജ് ആക്കണം, നോളജ് ട്രൂത്ത് ആക്കണം എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത്. ഇതിൽ കാര്യമായിട്ട് നമുക്ക് നോളജ് എന്താണ്, നോയിങ് എന്താണ്, ട്രൂത്ത് എന്താണ് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ട്രൂത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ വാലിഡേറ്റഡ് നോളജ്. അപ്പൊ നമുക്ക് ആക്ച്വലി ട്രൂത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ മനസ്സിലുള്ള ഒരു സാധനമാണ് നോളജ്. അങ്ങനെ നമുക്ക് അതിനു മുമ്പ് കിട്ടുന്ന ഒന്നാണ് ഡാറ്റ, ഇൻഫർമേഷൻ എന്നൊക്കെ പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ്. ലാസ്റ്റ് ഭാഗം കുറച്ച് ഫിലോസഫിക്കൽ തോട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അത് ആ ഒരു രൂപത്തിൽ തന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ്. എങ്കിലും ആ ഒരു ഇപ്പോൾ ട്രൂത്ത് തിയറി ആണെന്ന് പറഞ്ഞത് ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ മുമ്പത്തെ ടൈപ്സ് ഓഫ് നോളജ് കാര്യമായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.